الرجيم من همزه ونفخه ونفثه بسم الله الرحمن الرحيم يوم تقلب وجوههم في النار يقولون يا ليتنا أنا الله وأطعنا الرسولا فقالوا ربنا إننا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فأسر الرسول وأنت تظهر حبه هذا لأمري في القياس بديع لو كان حبك صادقا لأطعته إن المحب لمن يحب يطيع ISM താഴെ ചൊവ്വ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള മതപ്രഭാഷണ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹാദരണീയരായ ബഹുമാനികളെ, പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, സർവ്വലോകമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്തല്ല എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയ ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുവാനും അത് കേൾക്കുവാനുമുള്ള ഒരവസരം നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ ഈ സദസ്സ് വിട്ടു പിരിയുന്നതോടുകൂടി അല്ലാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് നമുക്ക് പൂർത്തീകരിച്ച് ഇരിക്കുകയാണ്. 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി കേൾപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 3-ാമത്തെ സൂക്തത്തിലൂടെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആൻ നൽകിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അഥവാ പരിശുദ്ധ ഇസ്ലാം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു.
ആ ഇസ്ലാം ദീൻ അല്ലാഹു തആല സീൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം അതിലേക്ക് എന്തെങ്കിലും ഒന്ന് കിടത്തിക്കൂട്ടേണ്ടതില്ല. അത് കാലഘട്ടത്തിന് യോജിക്കാത്തതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തിന് അത് നമുക്ക് പ്രയാസമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ വേണ്ടത്ര പാകപ്പെടാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ പറയേണ്ടതില്ല. അല്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ട് വെട്ടിച്ചുരുക്കാം. അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് പോളിഷ് ചെയ്ത് സംസാരിക്കാം എന്ന രൂപത്തിലൊന്നും നമ്മൾ ആരും വിഷമിക്കേണ്ടതില്ല, കഷ്ടപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹു തആല വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നു, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പടച്ചുതമ്പുരാൻ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് നൽകിയ മതമാണിത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബി വമാ മിൻ ഷൈഇൻ യബ്ഉദുകും മിനൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നിങ്ങളെ നരകത്തെ തൊട്ട് അകറ്റുന്നതുമായ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സകല കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുപോലും ഞാൻ വിട്ടുപോയിട്ടില്ല. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മൊഴിഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി നമ്മോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 21-ാമത്തെ സൂക്തത്തിലൂടെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, തീർച്ചയായും മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനിൽ ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട്. ആ മാതൃക ആർക്കാണുള്ളത്? കേവലം നാമധാരിയായി ഷഹാദത്ത് കലിമ എന്ന ഇസ്ലാമിന്റെ 2 അടിസ്ഥാന സാങ്കേതിക ശബ്ദങ്ങൾ, അത് ഇസ്ലാമിന്റെ ഈ മൗലിക സന്ദേശങ്ങൾ, അത് കേവലം നാവുകൊണ്ട് ഉരുവിടുന്ന അധര വ്യായാമമായി പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല അല്ല പറയുന്നത്. മറിച്ച് പടച്ച തമ്പുരാന്റെ കോടതി അല്ലാഹുവിന്റെ ദർബാറിൽ പോയി അവനെ മുഖാമുഖം കാണേണ്ടി വരും. അവിടെ വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരും. അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള നരകമുണ്ട്, സ്വർഗമുണ്ട് എന്ന കൃത്യമായ പരലോകബോധം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുസ്ലിമിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനിൽ പൂർണ്ണമായും മാതൃകയുണ്ട്. കാരണം എന്താണ്? ആ പ്രവാചകന് അള്ളാഹുവിന്റെ കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു തആല നൽകുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ നമുക്ക് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ സൂറത്തുൻ നജ്മ് വ്യക്തമായി കൊണ്ട് തന്നെ അതിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആധികാരികത വ്യക്തമാക്കുകയാണ്. വൻ നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു തആല പറയുന്നു, നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് വഴിതെറ്റിയിട്ടില്ല, പിഴച്ചുപോയിട്ടില്ല, എന്തെങ്കിലും വിളിച്ചു പറയുന്നവനല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കായിലേക്ക് പ്രവാചകനായി കടന്നു വന്നപ്പോൾ ആ മക്കാ നിവാസികളോട്, മുശ്രിക്കുകളോട് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടവന്റെ വഹദാനിയത്ത് പറഞ്ഞപ്പോൾ, അവനെ കൃത്യമായി മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ, അവർക്കിടയിൽ പാരമ്പര്യമായി നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പല ആരോപണങ്ങളും അവർ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണെന്ത്? മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഈ പ്രവാചകത്വം വാദിച്ചു വന്നവർ, അൻത മജ്നൂൻ, നീ തികച്ചും ഭ്രാന്തനാണ്, അൻത കദ്ദാബ്, നീ പെരുന്നുണയനാണ്, അതുപോലെ നീ വഴിതെറ്റിയവനാണ്, നീ പുറുപുറുക്കുന്നവനാണ്. അല്ലാഹു തആല മറുപടി കൊടുക്കുന്നു, എന്ത്? ഒരിക്കലും തന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയവനല്ല, മറിച്ച് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ.
സ്വന്തം ഇഷ്ടപ്രകാരം അഭിഷ്ടപ്രകാരം ഒന്നും തന്നെ നിങ്ങളുടെ മുമ്പിൽ മുഹമ്മദ് നബി പറയുന്നില്ല. മറിച്ച് അവിടെ നിന്ന് പറയുന്ന ഓരോ മൊഴിമുത്തുകളും വാചകങ്ങളും അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് പടച്ച തമ്പുരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ തൗഫീഖ് നൽകിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശിഷ്യ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഈ പരിശുദ്ധ ഇസ്ലാമാകുന്ന മതത്തിന്റെ സിലബസ്, അതിന്റെ ആധാരം, അതിന്റെ ചൂണ്ടുപലക, ആ ചൂണ്ടുപലകയാകുന്ന ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൃത്യമായി രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസും എന്ന് പറയുന്ന മൂലപ്രമാണങ്ങൾ, ഈ രണ്ട് ആധാരങ്ങളെ മുൻഗാമികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ എങ്ങനെയാണോ റസൂലിൽ നിന്ന് കേട്ടത്, എങ്ങനെയാണോ അവിടെ നിന്ന് ആ ഇൽമു നുകർന്നത്, അവരെങ്ങനെയാണോ ലോകത്തിന് അത് വളച്ചുകെട്ടില്ലാതെ എത്തിച്ചു കൊടുത്തത്, ആ രൂപത്തിൽ നമ്മൾ വിശ്വസിച്ച് ആചരിച്ച് അത് പ്രബോധനം ചെയ്യണം. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ നമ്മോട് വ്യക്തമായ രൂപത്തിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മൾ എല്ലാവരും ഒറിജിനൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായി മാറണം. എന്താ ഒറിജിനൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാൻ കാരണം? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ, ലേബിളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മറവിൽ ഒരുപാട് കരിഞ്ചന്തകൾ, തട്ടിപ്പുകൾ, പൂഴ്ത്തിവെപ്പുകൾ, ചൂഷണങ്ങൾ, കപട ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞ പലതരത്തിലുള്ള തേക്കോലങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയരുത്. കാരണം അമൽ എന്ന് പറയുന്ന പുണ്യകർമ്മങ്ങൾ അത് അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയോ അവിടെ നിന്ന് എന്തൊന്ന് ആ റസൂലിലൂടെ ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു അത് നമ്മൾ ഉപേക്ഷിക്കുകയും അവിടെ നിന്ന് നൽകിയത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ അല്ലാത്ത ഒരു രീതിയും രൂപവും സംസ്കാരവും നമ്മൾ സ്വീകരിച്ചാൽ ഒരിക്കലും തന്നെ നമ്മുടെ അമലുകൾ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമുക്കറിയാം, ഒരു ചാണ് സൂര്യന്റെ ചുവട്ടിൽ പാപത്തിന്റെ തോതനുസരിച്ച് ഒരു കാലിന്മേൽ നൂറുകണക്കിന് കാലുകൾ ചവിട്ടിക്കൊണ്ട് മൈശറ എന്ന് പറയുന്ന വൻസഭയിൽ നമ്മളൊക്കെ വിവസ്ത്രരായിക്കൊണ്ട് പാദരക്ഷയില്ലാതെ ചേരാക്രമം ചെയ്യാതെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. മഹ്ശറയിൽ ജനങ്ങൾ സന്നിഹിതരാകുന്നത് വസ്ത്രമില്ലാതെ, പാദരക്ഷയില്ലാതെ, ചേരാകർമ്മം ചെയ്യാതെയാണ്. ആ മഹ്ശറയിൽ നമ്മൾ വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ നമ്മുടെ നന്മകളും തിന്മകളും കൃത്യമായി തൂക്കിക്കണക്കാക്കുന്ന നീതിയുക്തമായ മീസാൻ അല്ലാഹു തആല പരലോകത്ത് സ്ഥാപിക്കും.
അപ്പൊ നീതിയുക്തമായ മീസാൻ തുലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്ഥാപിക്കുകയും ഒരു കടുകുമണിയുടെ അത്ര നന്മയുണ്ടെങ്കിൽ ആ നന്മയും ഒരു കടുകുമണിയുടെ അത്ര തിന്മയുണ്ടെങ്കിൽ ആ തിന്മയും അല്ലാഹു തആല അവിടെ കൊണ്ടുവരും. അവിടെ കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ നന്മയുടെ മീസാൻ കനം തൂങ്ങണം. അങ്ങനെ നമ്മുടെ സിറാത്ത് എന്ന പാലത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ അതിവേഗത്തിൽ പ്രവേശിക്കണം. അല്ലാഹു തആല തൃപ്തിപ്പെട്ട അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിനെന്ത് വേണം? അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിരുപാധികം അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ വചനമാകുന്ന, കലാമാകുന്ന ഫുർഖാനുൽ അദീം എന്ന ആ മഹത്തായ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പഠിപ്പിക്കുന്ന താക്കീതുകൾ നമ്മൾ ശിരസാ വഹിക്കുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സ് മുതൽ വഹീ ലഭിച്ച് 63-ാമത്തെ വയസ്സിൽ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം നമുക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ആ ഖുർആനിന്റെ വിശദീകരണ ജീവിതം, കൃത്യമായ ഒരു മാതൃകാ ജീവിതം, അവിടുത്തെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും മൗനാനുവാദങ്ങളുമായ ആ പ്രവാചകന്റെ സുന്നത്ത്, അത് നമ്മൾ സ്വീകരിക്കുക. കാരണം ഈ രണ്ട് ആധാരമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് അഥവാ മനുഷ്യരായി ഇവിടെ ജനിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി അല്ലാഹു തആലയുടെ റസൂൽ വിട്ടേച്ചു പോയത്. അതിന്റെ വക്താക്കളായ വിശ്വാസികൾ പ്രത്യേകം അത് സംരക്ഷിക്കുകയും അത് പരിഗണിക്കുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന, തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻ തദില്ലുമാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ പിന്നെ വഴിതെറ്റുകയില്ല. ഒരിക്കലും തന്നെ നിങ്ങൾ ചിത്രതയിൽ അകപ്പെടുകയില്ല. ഒരിക്കലും തന്നെ നിങ്ങൾ വ്യത്യസ്ത ചിന്താധാരകളിലേക്ക് ഒരിക്കലും ഒഴുകുകയില്ല. ഏതാണത്? കിതാബുല്ലാഹി വസുന്നത്തി നബീഹി, അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാകുന്നു അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ രണ്ട് ആധാരം നമ്മൾ സ്വീകരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു പ്രത്യേകമായ മാർഗം തന്നെ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജൂതന്മാർ 71 കക്ഷികളായിക്കൊണ്ട് പുലർന്നപ്പോൾ ആ 70 നരകത്തിൽ പോയി, അതിൽ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലെത്തിയത്. എന്താണ് 70 നരകത്തിൽ പോകാനുള്ള കാരണം? ആ ജൂതന്മാർക്ക് അല്ലാഹു നിശ്ചയിച്ച പ്രവാചകന്മാരിലൂടെ അല്ലാഹു ഇറക്കിക്കൊടുത്ത വേദഗന്ധം, ആ വേദഗന്ധത്തിന്റെ വിശദീകരണങ്ങൾ, ആ പ്രവാചകന്മാരിൽ അല്ലാഹു അവർക്ക് നൽകിയ ശരീഅത്ത്, അത് ആ പ്രവാചകൻ വ്യാഖ്യാനിച്ച പോലെ, പഠിപ്പിച്ച പോലെ സ്വീകരിക്കുന്നതിന് പകരം പിൽക്കാലത്ത് ആ വേദഗന്ധങ്ങൾ അവർ സ്വന്തം ഇട്ട പ്രകാരം വ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെ തന്നിട്ട പ്രകാരം പലതും അതിൽ നിന്ന് വെട്ടിച്ചുരുക്കുകയും പലതരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങൾ, ആചാരങ്ങൾ അതിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവർ റൂട്ട് തെറ്റിയത്. പക്ഷേ ഒരു വിഭാഗം മാത്രം അതില് ആ പ്രവാചകന്റെ കൃത്യമായ വിശ്വാസപാതയിലൂടെ, ശരീഅത്തിലൂടെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാതെ അവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടാതെ രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വഇന്ന ബനീ ഇസ്രായീല സിൻതൈനി വസബഊന മില്ലാ, ബനൂ ഇസ്രായേൽ സമുദായം ഇതുപോലെ തന്നെ കക്ഷികളായി പുലർന്നു. ക്രൈസ്തവർ ഇതുപോലെ പുലർന്നു. എന്താണ്? 72 വിഭാഗമായിക്കൊണ്ട് അതിൽ 71 നരകത്തിന്റെ കക്ഷികളായി. ഒരു വിഭാഗം മാത്രമാണ് ഈസാ നബി പ്രവാചകനാണ്. ഈസാ നബി ഇറക്കപ്പെട്ട ബൈബിൾ, ആ ബൈബിളിന്റെ സവിശേഷങ്ങൾ വ്യാഖ്യാനിക്കാതെ ഒരിക്കലും തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അതിലേക്കൊന്നും കടത്തിക്കൊണ്ടുവരാതെ അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് വിജയിച്ചവര്. എന്നാൽ ഈ മുൻഗാമികളായ
ജൂത ക്രൈസ്തവരെല്ലാം ഇതുപോലെ പിഴച്ചുപോയി എന്ന് അള്ളാഹുവിന്റെ റസൂലിലൂടെ പറഞ്ഞു തന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മത്താകുന്ന മുസ്ലിം സമുദായം ഒരു മാലയിലെ മുത്തുമണികളെ പോലെ, ഒരു കുലയിലെ മുന്തിരിയെ പോലെ, ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ അടുത്തടുത്ത് നിൽക്കുമെന്നാണോ പറഞ്ഞത്? ഒരു വ്യതിയാനവും അവർക്ക് സംഭവിക്കില്ലെന്നാണോ പറഞ്ഞത്? ഒരു കക്ഷിയും അവരിൽ നിന്ന് രൂപപ്പെടില്ലെന്നാണോ പറഞ്ഞത്? അല്ല, മറിച്ച് എന്റെ ഈ മുസ്ലിം സമൂഹവും ഇതുപോലെ തന്നെ കക്ഷികളാകുന്നതാണ്, പിളരുന്നതാണ്. കുല്ലുഹും പിന്നാലെ ഇതിനെ കക്ഷികളായി പിളരുന്നതാണ്. എത്ര കക്ഷികള്? 73 വിഭാഗം. സലാമിനെ അവിടുന്ന് വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയാണ്, 73 വിഭാഗമായി കൊണ്ട് എന്റെ കക്ഷി, എന്റെ ഉമ്മത്ത് പിളരും. വ്യത്യസ്ത ചിന്താധാരകളിലൂടെ മുന്നോട്ട് പോകും. കുല്ലുഹും പിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ. അതിൽ 72 നരകത്തിലേക്കുള്ളതാണ്. പിഴച്ച റൂട്ടിൽ പോകുന്ന കക്ഷികളാണ്. ഒരു മില്ലത്ത് മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, മൻഹും യാ റസൂലല്ലാഹ്, അവര് ആരാണ് നബിയേ? ആരാണ് പ്രവാചകരെ? അള്ളാഹുവിന്റെ ഹബീബ്. സഹോദരങ്ങളെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, മാ അന അലൈഹി വസ്ഹാബി. അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോളൂ. മാ അന അലൈഹി, ഞാൻ ഏതൊന്നിൽ മേലാണോ, ഞാൻ ഏതൊന്നിലാണോ, അലൈഹി വഅസ്ഹാബി, എന്റെ സ്വഹാബത്തും അതിന്മേൽ തന്നെയാണ്. അപ്പൊ ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ ആ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ആ വഴിത്താര ധന്യമാക്കുന്നവർ, അവരാകുന്നു വിജയിച്ച കക്ഷികൾ, അവരാകുന്നു വ്യതിയാനം പറ്റാത്ത ആളുകൾ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നു, പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഏതൊക്കെ വാദങ്ങളുമായി ഏതൊക്കെ കക്ഷികൾ ഈ കേരളത്തിൽ തന്നെ ഉടലെടുത്താലും ആരും വിഷമിക്കേണ്ടതില്ല. മതകമ്പോളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നു, റസൂലുള്ളാഹിയുടെ വചനങ്ങൾ ഉദ്ധരിക്കുന്നു, ഞങ്ങളും സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു. എല്ലാം കേൾക്കുന്ന ഞങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് മനസ്സിലാകുന്നില്ല. അത് വെറുതെ ഒരു നൊണ്ടിന്യായം പറയുകയാണ്. കാരണം എന്താ? മതം പഠിക്കുവാനും അതിന്റെ കൃത്യമായ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും സാധിക്കാത്ത ഒരു പൈശാചിക സ്വാധീനം, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി അതുകൊണ്ടാണ് സത്യത്തിൽ അതിൽ നിന്നൊക്കെ അകന്നു പോകുന്നത്. കാരണം ദുനിയാവിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇരിക്കുകയും കൂടിയാലോചന നടത്തുകയും എന്നിട്ട് അവിടെത്തുമ്പോ ഒരു അഫലത്ത്, ഒരു അശ്രദ്ധാ മനോഭാവം, ഒരു ചടഞ്ഞ ചിന്താഗതി, ഒരു താല്പര്യക്കുറവ്, അത് പാടില്ല പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ, നബിയുടെ ജീവിതചര്യകൾ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസ്, ഈ 2 ആധാരങ്ങളെയാണ് നമ്മൾ നിർബന്ധമായും സ്വീകരിക്കേണ്ടത്, പിൻപറ്റേണ്ടത്. അത് മനസ്സിലാക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല നൽകിയ ഒരു ഉരസുകല്ലാണെന്ത്? ജ്വല്ലറിയിലൊക്കെ പോയാൽ തട്ടാന്മാരെന്ന് പറയുന്ന ഈ ആഭരണ പണിക്കാരെടുത്ത് പോയാൽ നമുക്കറിയാം ഒരു ഉരസുകല്ലുണ്ടാവും. ആ കല്ലിൽ അവർ പ്രത്യേകം എന്ത് ചെയ്യും? കൊണ്ടുവന്ന ആഭരണം അത് റോൾഡ് ഗോൾഡാണോ ഒറിജിനൽ തങ്കമാണോ എന്നറിയാമെന്ന് ഉരച്ചു നോക്കി അവർക്കറിയാം അത് ഏതാണെന്ന്. ഇതുപോലെ ഇന്ന് മതകമ്പോളങ്ങളിൽ വ്യത്യസ്തമായ മത കക്ഷികൾ അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ ഈ ഖുർആനും ഈ ഹദീസുമായി നമ്മൾ ഉരസി നോക്കുമ്പോൾ ആ ഖുർആനും ഹദീസും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നവരാരാണ്? സംഘടനീയ താല്പര്യത്തിന് വേണ്ടി അതിനെ വളച്ചൊടിക്കുന്നവരാരാണ്? സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഈ രൂപത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാരാണ്? അല്ല, 100% കരകളഞ്ഞ രൂപത്തിൽ അത് നമ്മുടെ മുമ്പിൽ ഒരു വളച്ചുകെട്ടുമില്ലാതെ അവതരിപ്പിക്കുന്നവരാരാണ് എന്ന് ബോധ്യപ്പെടാൻ പ്രിയപ്പെട്ട മുൻഗാമികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസ് എന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരെ കണ്ട് ദീൻ പഠിച്ച താബിഈകൾ, അവരിൽ ദീൻ ഏറ്റുവാങ്ങിയ തബഅ താബിഈകൾ, അഥവാ നമുക്ക് നന്മയുണ്ടെന്ന് കൃത്യമായി റസൂലുള്ളാഹിയുടെ നാവിലൂടെ സർട്ടിഫിക്കറ്റ് നൽകിയ ഈ സമൂഹത്തിലെ മുൻഗാമികൾ എന്നറിയപ്പെടുന്ന സലഫുകൾ എന്നറിയപ്പെടുന്ന 3 തലമുറകൾ അതിനെങ്ങനെ മനസ്സിലായി? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ, ആ വ്യാഖ്യാനം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ 73 വിഭാഗത്തിൽ
പിഴച്ചു പോകുന്ന 72 പെടാതെ ജയിക്കുമെന്നും സ്വർഗത്തിലെത്തുമെന്നും അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിക്കുന്ന വിഭാഗമെന്നും റസൂൽ എന്ന് പറയാ ആ ഫിർഖത്തുൻ നാജിയ എന്ന വിജയിച്ച വിഭാഗത്തിൽ നമുക്ക് അകപ്പെടാൻ കഴിയും. അതിന് അള്ളാഹു നൽകിയ തലച്ചോറ്, ഹൃദയം, ഇതെന്ത് ചെയ്യണം? കാൽച്ചുവട്ടിൽ പണയം വെക്കരുത്. കാൽച്ചുവട്ടിൽ പണയം വെക്കരുത്. സംഘടനയുടെ തീരുമാനങ്ങൾ, ഏതെങ്കിലും പണ്ഡിത പുരോഹിതന്മാരുടെ പ്രത്യേകമായ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് വേണ്ടിയുള്ള ഒരു മുന്നോട്ട് പോക്ക്, ഇതൊക്കെ വന്നാൽ ഹക്ക് വെളിപ്പെടൂല, ഹക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. എന്ത്? الذين يستمعون القول ويتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. 39-ാം അധ്യായം സൂറത്ത് സുമർ 18-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാണെന്ത്? ഖുർആനും സുന്നത്തും അത് മനസ്സിലാക്കുവാൻ, അതാ യഥാർത്ഥ വഴി മനസ്സിലാക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൽമിന്റെ സദസ്സുകൾ പങ്കിടണം. അങ്ങനെ ഇൽമിന്റെ വേദികളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ മതം കേൾക്കണം, ദീൻ കേൾക്കണം. കേൾക്കുമ്പോൾ അതിലേറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ? അത് അവതരിപ്പിക്കുമ്പോൾ നന്നായി ദുർവ്യാഖ്യാനം ചെയ്ത് തന്റെ വാക്ക് വൈഭവത്തിലൂടെ, തന്റെ ഈ രൂപത്തിലുള്ള വൈഭവത്തിലൂടെ അത് അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ആ രൂപത്തിലുള്ള കഴിവിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. മറിച്ച് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ 100% അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനും അതിന് മുൻഗാമികളായ സലഫുകൾ മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നതെങ്കിൽ അത് 100% ബാപ്പയെതിരായാലും ഉമ്മയെതിരായാലും നാട്ടുകാർ മുഴുവനും നമുക്കെതിരായാലും അതിന്റെ പേരിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അത് നെഞ്ചിലേറ്റണമെന്ന് ഖുർആൻ, അതാകുന്ന ബുദ്ധിമാന്മാരുടെ അടയാളമെന്ന് ഖുർആൻ, അവർക്കാകുന്ന ഹിദായത്ത് ലഭിക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ വിശ്വാസങ്ങളെ സംബന്ധിച്ച്, ചില അനാചാരങ്ങളെ സംബന്ധിച്ച്, ചില നാട്ടാചാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ പരാമർശിക്കും. അതിനെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളുമായി നമ്മളൊന്ന് ഉരസി നോക്കും. മുൻഗാമികളായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അടങ്ങുന്ന വിഭാഗം അതിനെ ഉൾക്കൊണ്ട രീതി നമ്മൾ പരിശോധിക്കും. ആ സമയത്ത് അത് അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് 100% തിരസ്കരിക്കുവാനും, അല്ല ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ നെഞ്ചൂക്കോടുകൂടി സ്വീകരിക്കുവാനുമുള്ള ആർജവം അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷകാമികളായ എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഈ വിജയിക്കുന്ന കക്ഷി എന്ന് ഖുർആനും ഹദീസും പറഞ്ഞ ഈ വിഭാഗം, ആ വിഭാഗത്തിൽ അംഗമാകണമെങ്കിൽ ഒന്നാമതായി വിശുദ്ധ ഖുർആൻ എന്ന അല്ലാഹുവിന്റെ വചനം നമ്മോട് പറഞ്ഞിട്ടുള്ള ആജ്ഞ നമ്മൾ സ്വീകരിക്കണം. എന്താണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ സന്ദേശം? ഈ പ്രപഞ്ച സത്താവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് വായു നൽകിയത്, അവനാണ് നമുക്ക് വെള്ളം നൽകിയത്, അവനാണ് നമുക്ക് വെളിച്ചം നൽകുന്നത്, അവനാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉപരിലോകത്തു നിന്ന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉപരിലോകത്തു നിന്ന് സകലമായ അനുഗ്രഹങ്ങളും ഇറക്കി തന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലൂടെ നമ്മെ കൽപ്പിക്കുകയാണ്. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താ പറയുന്നത്, എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ നാഥനിതാ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അവനെ മറ്റൊരായും ആ കാര്യമല്ലോ മാത്രമേ ഇത് വളരെ ശക്തമായ ഖുർആൻ നമ്മളോട് ആജ്ഞാപിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അവൻ ഇബാദത്ത് നൽകേണ്ടത്. ആ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യവും അല്ലാഹുവിന് പുറമെ ഈ ഭൂമിയിലെ അവന്റെ ഒരു പടപ്പിനും നൽകാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു പടപ്പിനും ഒരു സൃഷ്ടിക്കും നൽകാൻ പാടില്ല. കാരണം ഇബാദത്ത് എന്ന അടിസ്ഥാനപരമായ
ആ വിശ്വാസം അല്ലെങ്കിൽ ആ സംസ്കാരം അത് റബ്ബിന് മാത്രം നൽകണമെന്ന് അല്ലാഹു തആല പറഞ്ഞതോടൊപ്പം അല്ലാഹു തആല വളരെ ശക്തമായി വളരെ കോപത്തോടുകൂടി തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസായിലൂടെയും സൂറത്തുൽ മുഅ്മിനിന്റെ 117-ലൂടെയും ഒക്കെ അല്ലാഹു തആല പറഞ്ഞു എന്ത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല പറയുന്നു അവനിൽ പങ്കു ചേർക്കുക അഥവാ അല്ലാഹു തആലക്ക് മാത്രമായി നൽകേണ്ട ഇബാദത്തിൽ ആ ഇബാദത്തിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, അത് ബഹുദൈവ ആരാധന എന്ന് പറയുന്ന കുറ്റമാണ്, അത് റബ്ബിൽ പങ്കുചേർക്കുന്ന പാപമാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഒരിക്കലും തന്നെ ആ തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ മുസ്ലിമാണെങ്കിൽ പോലും അല്ലാഹു പറയുന്നവന് പുറത്തു കൊടുക്കുന്നതല്ല. എന്നാൽ വിശ്വാസത്തിൽ വിള്ളലേൽക്കാതെ വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ ഈ ശിർക്ക് കലരാതെ അല്ലാഹു പൊറുക്കപ്പെടുകയില്ല എന്ന ഈ പാപം ഒരിക്കലും തന്നെ കലർത്താതെ ആ വിഷയത്തിൽ നല്ല തൗഹീദുള്ളവനായി കൊണ്ട് മരിക്കുകയും എന്നാൽ തൗബ ചെയ്യുമ്പോൾ ഒരു തൗബ മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അപ്പൊ നോക്കൂ നിങ്ങൾ, ആ പാപത്തിന്റെ ഗൗരവമാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ ആമുഖത്തിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 13-ാമത്തെ ആയത്താണെന്നാണ് എന്റെ ഓർമ്മ. അതിലൂടെ പറയുന്നു എന്ത് യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുവെക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നത് കടുത്ത പാപമാണ്, അക്രമമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിപ്പിച്ചു, മൻമാത്ത, ഒരാൾ മരിക്കുമ്പോൾ വഹുവ യുശ്രികു ബില്ലാഹി ശൈആ, അവൻ അല്ലാഹുവിൽ വല്ലതിനെയും പങ്കുവെച്ചാ മരിക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശം അതിന്റെ താല്പര്യമനുസരിച്ച് ഉച്ചരിച്ച് മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവൻ അല്ലാഹുവിൽ പങ്കുവെച്ച വിശ്വാസത്തിലാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അത് ഇസ്ലാം ഗൗരവത്തോടു കൂടിയാണ് പഠിപ്പിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, പഠിപ്പിച്ചു തരുന്നു, മൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. അപ്പൊ സ്വർഗ്ഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗ്ഗത്തിന്റെ താക്കോൽ, അതിന്റെ പല്ലുകൾ ഒരിക്കലും തന്നെ നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്ന് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ ആ പല്ലുകളുടെ ഗ്യാപ്പുകൾക്ക് അകൽച്ച വന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വിട്ട് തിരിച്ചാൽ വളരെ കൃത്യമാകണം. അതങ്ങോട്ട് പ്രവേശിക്കുന്നതോടുകൂടി കവാടം മലക്കെ തുറക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഖുർആനാ പറഞ്ഞത് മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അത് പഠിക്കാത്തതിന്റെ ഒരു ദുരന്തം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ നാം വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം സമുദായം എന്ന് വിശ്വാസരംഗത്ത് അങ്ങേയറ്റത്തെ ജീർണതയിലേക്ക്, വ്യതിയാനത്തിലേക്ക്, ശിർക്കിന്റെ വ്യത്യസ്ത വഴികൾ തേടിക്കൊണ്ട് ശിർക്കിന്റെ വിവിധ മുഖങ്ങളിലൂടെ സഹോദരങ്ങളെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശിർക്ക് എന്ന ആ മാരകമായ പാപം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഏതൊക്കെ രൂപത്തിൽ തളം കെട്ടി നിൽക്കുന്നു എന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് വിശദീകരിക്കുവാനാണ് ഈ ഉള്ളവൻ വിശ്വനെ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പരാമർശിക്കുവാനും അത് കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ഹൃദയവിശാലത അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബാദത്ത് എന്ന് പറയുന്നത് ആരാധനയാണ്.
ഇത് റബ്ബിന് മാത്രമാണ് നൽകേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആഹ്വാനം. എന്നാൽ ഈ ഇബാദത്ത് ഇന്ന് മുസ്ലിം സമുദായം എന്താണ് പറയുന്നത് ദുആയിരക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ ഈ സദസ്സിലുള്ളവരും അപ്പുറത്തിരിക്കുന്നവരുമായ ആളുകൾ ആമീൻ എന്ന് പറയുന്നു. ആമീൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? ദുആയാകുമ്പോഴാണ് ആമീൻ പറയുക, അല്ലേ? പ്രാർത്ഥന എന്ന പദത്തിന് അപേക്ഷിക്കുക, സഹായം തേടുക, അഭ്യർത്ഥിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഞാൻ ഒരു കടയിൽ പോയിട്ട് 2 കിലോ പഞ്ചസാരക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് ഇനി ഭാഷാപരമായ ഒരാൾ പറഞ്ഞു നിൽക്കുക. അപ്പൊ കടക്കാരൻ ആമീൻ എന്ന് പറയോ? 2 കിലോ പഞ്ചസാര വേണമെന്ന് ഞാൻ പറയുമ്പോ കടക്കാരൻ ആമീൻ എന്ന് പറയോ? ഇല്ല. മൂക്ക് കീഴ്പോട്ടുള്ള കോമൺ സെൻസ് ഉള്ള ഏതൊരു സാധാരണ മുസൽമാനും അറിയാം അത് ആമീൻ പറയേണ്ട അപേക്ഷയല്ല. ഇവിടെ അല്ലാഹുവിലേക്ക് മാത്രമായി നൽകേണ്ട ഒരു കാര്യത്തിനാണ് ആമീൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇബാദത്തിന്റെ പരിധിയിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് തന്നെ സൂറത്തുൽ മുഅ്മിനിന്റെ 60-ാമത്തെ ആയത്തിലൂടെ തന്നെ പഠിപ്പിച്ചുവരികയാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ രക്ഷിതാവിതാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു എന്ത്? ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അല്ലാഹുവിനോട് നിങ്ങൾ ദുആയിരക്കൂ, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഈ ഇബാദത്താകുന്ന ദുആ കണ്ടോ, ഈ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഈ തേട്ടം, ഈ സഹായാഭ്യർത്ഥന, ഈ ഇസ്തിഗാസ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം നൽകുന്നത് വിട്ടുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിന് നൽകുക, അല്ലാഹുവിന്റെ കൂടെ മൺമറഞ്ഞു പോയ മഹാത്മാക്കളാകുന്ന അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, കെട്ടിയുയർത്തപ്പെട്ട ജാറമാകുന്ന മഖബറയാകുന്ന കേന്ദ്രത്തിലേക്ക് നൽകിയാലോ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു തങ്ങൾക്ക്, ഒരു ബീബിക്ക്, അല്ലെങ്കിൽ ഒരു ബാബക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുണ്യവൃക്ഷത്തിനോ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോ നൽകിയാലോ അതൊക്കെ അല്ലാഹു തആലയിൽ പങ്കുവെക്കലാണ്, ശിർക്കാണ്. ആ പ്രാർത്ഥന അല്ലാഹ്ക്ക് തിരിച്ചു വിടുമ്പോൾ തൗഹീദും അല്ലാഹുവിന്റെ പടപ്പടിലേക്ക് അർപ്പിക്കുമ്പോൾ ശിർക്കുമായി. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പോകുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ ദുആയിരക്കാവൂ, റബ്ബിനെ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. ഏതെങ്കിലും പറഞ്ഞതാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ രണ്ടാധാരങ്ങളെ വിശദീകരിച്ചു കൊടുത്ത ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായി ദീൻ കേട്ട സ്വഹാബത്ത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വിശ്വാസ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ശരിയല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ അത് നമ്മുടെ ഒരു പരീക്ഷണമായിട്ട് നാം അവതരിപ്പിക്കുന്നതാണെന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ അവർക്ക് മുമ്പിൽ വളരെ ആധികാരികമായ ഒരു തെളിവ് ഞാനിവിടെ ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സമസ്തയുടെ സ്ഥാപക നേതാവായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന പണ്ഡിതൻ എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന് മുമ്പ് എഴുതപ്പെട്ട കാര്യം അദ്ദേഹം വഫാത്തായിട്ട് പോലും തിരുത്തിയിട്ടില്ല. ഇവരാരും തന്നെ അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതിലെ അൽ ഖൗലു സദീദ് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിലും 100-ാമത്തെ പേജിലും നിന്ന് ഞാനൊരു വരി വായിക്കാം. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. എന്താണ്? അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, കല്ലാകട്ടെ, അതിനൊന്നും ആരാധിക്കാൻ പാടില്ല. അതാണ് വിശ്വാസം. പറയുന്നു, എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതും അല്ല. കാരണം എന്താ?
പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയാണ്, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഏതെങ്കിലും ഔലിയാക്കളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയൂല. അപ്പൊ അങ്ങനെ ഒരു മുസ്ലിം പറഞ്ഞാലോ, അങ്ങനെ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചാലോ, ഖൗലുസ്സദീദിലെ വാദപ്രകാരം, മൂസ മുസ്ലിയാരുടെ വാദപ്രകാരം അവൻ എന്തല്ല, മുസ്ലിം അല്ല എന്ന് പറയേണ്ടി വരും. നമ്മുടെ വാദപ്രകാരമല്ല, ഇദ്ദേഹം എഴുതിയ വാചകപ്രകാരം. എന്താണ്? എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിത കാലത്ത്, വഫാത്തിന് മുമ്പ് വരെ അദ്ദേഹം അത് കേട്ടിട്ടില്ല. എന്നാൽ കാലം പുരോഗമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഹിത വർഗം എന്തു ചെയ്തു? ആ ഇസ്ലാമിന്റെ തൗഹീദാകുന്ന ബാബ് ചവിട്ടിപ്പൊളിച്ചു. അതിന്റെ കൃത്യമായ താല്പര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനെ അടർത്തി ശക്തമായ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ദുർവ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വന്നു. അതിന്റെ ഭാഗമായി ഫതാവ മുഹീസുന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ 7-28 പേജിൽ സ്ഥാപകനായ റഷീദ് മൂസ മുസ്ലിയാരുടെ വാദപ്രകാരം എഴുതുകയാണെങ്കിൽ എന്തു പറഞ്ഞു കൊടുക്കണം? ഖുർആൻ ഹദീസും ഒന്നും നികത്താത്ത അദ്ദേഹത്തിന്റെ വാക്ക് മാത്രം എടുത്തു കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനോടും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാകട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്തൊരു മുസ്ലിമും ഇല്ലാതെ അവൻ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അത് ശിർക്കാണ്. മൊയ്തീശയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന അത് ശിർക്കാണ് എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെ? ശിർക്കാണെന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. മാത്രമല്ല, ഈ പുസ്തകത്തിലെ രേഖയനുസരിച്ച് എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ആ പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചൂടെ? ചോദ്യകർത്താവെ, ചോദിക്കരുത്. അത് മുസൽമാന്റെ അല്ലെ? അനുവദനീയമാണ്. ഇത് പറഞ്ഞു സഹോദരങ്ങളെ, ആ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ഭാഗമായി അനവധി ഗ്രന്ഥങ്ങളിൽ അത് എഴുതി വിടുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാത്രമല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഈ തൗഹീദിന്റെ ഏറ്റവും വലിയ സന്ദേശം, മൗലിക ആദർശം, അത് ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ഈ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റുവാങ്ങിയത് എന്താണെന്നറിയുമോ? യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ വഴിതിരിഞ്ഞവർക്ക് എന്തു പറ്റിയെന്ന ഈ പുസ്തകം ഇതിന്റെ 37-ാമത്തെ പേജിൽ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്ന ഒരു വാചകം എന്താണ് എന്ന് കേട്ടോളൂ. അതിൽ നമുക്ക് കാണാം എന്താ പറയുന്നത്. മുജാഹിദുകൾ മലയാള ഭാഷയിൽ മാത്രം പ്രാവീണ്യം നേടിയവരാണ്. കൂടി വന്നാൽ അഫ്ളമ യോഗ്യതയും കാണും. ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന ഈ പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 72-ാം അധ്യായം സൂറത്ത് ജിന്ന് മറിച്ച് 20-ാമത്തെ ആയത്ത് ഓദിക്ക്. അതിലൂടെ അല്ലാഹു തആല ലോകത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ട സന്ദേശം എന്താണ്? ഖുൽ പറയൂ നബിയേ, ഇന്നമാ ദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ഇരക്കുകയുള്ളൂ. വലാ ഉശ്രികു ബി അഹദാ, അതിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. അവ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പ്രമേയം ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് എഴുതിയാൽ, സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ ഒന്നാമത്തെ അനുയായിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ അത് ചിത്രീകരിക്കുന്നത്? അല്ലേ സഹോദരങ്ങളെ, ചിന്തിക്ക് നിങ്ങൾ. ആ സന്ദേശം പ്രഖ്യാപിച്ച ഖുർആൻ അത് ഇബ്ലീസ് എഴുതിയ ഗ്രന്ഥമാണെന്ന് പറയേണ്ടി വരില്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു അപകടത്തിലേക്കാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് തന്നെ ഇവിടെ വാദിക്കുന്നു. അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം സമുദായത്തില് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, സഹായം അഭ്യർത്ഥിക്കുകയാണ്. വഫാത്തായ ഹബീബ് മദീനയിൽ കിടന്നുകൊണ്ട് എന്റെ വിഷമം കാണുന്നു, എന്റെ വിഷമങ്ങൾ കേൾക്കുന്നു, എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരാൻ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ തേടുകയാണ്.
സയ്യിദി യാ റസൂലല്ലാഹി ഖുദു ബിയദി മാലി സിവാക വലാ അൽവി ഇലാ അഹദി. യാ സയ്യിദി എന്റെ നേതാവായ നബിയേ, യാ സനദി എന്റെ അവലംബമേ, ഖുദു ബിയദി എന്റെ കൈ പിടിക്കണേ റസൂലേ, മാലി സിവാക വലാ അൽവി ഇലാ അഹദി. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, ഞാൻ മറ്റൊരാളിലേക്കും തിരിയുന്നുമില്ല. നോക്കൂ, നിങ്ങള് അള്ളാഹുവിനെ പൂർണ്ണമായും കഴിവിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തേടുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മുസ്ലിമേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തിരിച്ചു തന്റെ വിരിപ്പിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥനയില്, ഏതെങ്കിലും ഒരു ദുആയില് റബ്ബനാ റബ്ബി അല്ലാഹുമ്മ എന്നുള്ളതിന് പകരം അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടൊരു ദുആയുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരോട് സഹായം തേടിക്കൊണ്ടുള്ള ഒരു ദുആയുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ മൗലിദുകാരൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ല. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തി വൽ ളലാലത്താണ്. ശിർക്കും ഖുറാഫാത്തുമാകുന്ന വഴികെട്ട സംസ്കാരമാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 39-ാം അധ്യായം സൂറത്ത് സുമർ വ്യക്തമായി കൊണ്ട് തന്നെ 83-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം എന്താ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. സ്വന്തം നഫ്സിനോട്, സ്വന്തം ശരീരത്തോട് പാപം എഴുതിയിട്ടുണ്ടെങ്കിലും സ്വന്തം നഫ്സിനോടങ്ങി പാപം അടിമകളെ ഒരിക്കലും തന്നെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിൽ നിങ്ങൾ നിരാശരാകണ്ട. റഹ്മാനായ റബ്ബ് പുറത്തു തരുമോ ഇല്ലേ എന്ന വിഷമം, വേദന, ബേജാറ് നിങ്ങൾക്ക് വേണ്ട. കാരണം അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. അല്ലാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അല്ലാഹു അതിയായി പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിലുള്ളതാണ്. റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ആ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ പോലും ഈ സ്വഹീഹായ ഹദീസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങി. കള്ളു കുടിച്ചവർ, വ്യഭിചരിച്ചവർ, പലിശക്ക് പണം കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ഹറാമായ രൂപത്തിൽ കച്ചവടം ചെയ്യുന്നവർ, ഭാര്യ ഉപദ്രവിക്കുന്നവർ, മാതാപിതാക്കൾ അകറ്റുന്നവർ, മക്കളെ ഇസ്ലാമികമായി വളർത്താതെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാതെ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ തല്ലിത്തകർത്ത്, അതുപോലെയുള്ള ദുനിയാവിന്റെ ഒരുപാട് സുഖങ്ങളിൽ അകപ്പെട്ടു പോയി അനവധിവങ്ങൾ ചെയ്തിട്ടുള്ളവരെ നിരാശപ്പെടേണ്ട. റബ്ബിലേക്ക് നിങ്ങളുടെ കൈകളെ നീട്ടിയാൽ ആ നാഥൻ നിങ്ങളുടെ കൈകൾ കരിച്ചു കളയുമെന്ന് വിചാരിക്കേണ്ട. മറിച്ച് നിങ്ങൾ റബ്ബിലേക്ക് നേർക്ക് നേരെ ഇടയാളന്മാരില്ലാതെ റബ്ബിനോട് തേടാൻ ഖുർആൻ പറയുമ്പോൾ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ആ ഖുർആനും ആ ഹദീസും സ്വീകരിക്കുന്ന ആദർശമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. അതാണ് സ്വഹാബത്ത് സ്വീകരിച്ചത്. എന്നാൽ ഇവിടെ മൗലിദുകാരനോ തലയിണക്ക് മുകളിൽ വെള്ള തുണി വിരിച്ച് ഉലുവാനവും കുന്തിരിക്കൊക്കെ പുകപ്പിച്ച്, സഹോദരങ്ങളെ, ആ തലയിണക്ക് മുകളിൽ, ആ തുണിക്ക് മുകളിൽ നിവർത്തി വെച്ച മൗലിദ് കിതാബ് അത് പാടിക്കൊണ്ട് പഠിപ്പിക്കുന്നത് എന്താണ്? ആമീൻ ചൊല്ലുന്നത് എന്താണ്? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് നബിയെ ഞാൻ. അതുകൊണ്ട് എന്റെ പാപങ്ങളെല്ലാം ഇതാ ഞാൻ പുറത്തു കിട്ടാൻ അങ്ങയോട് അന്യായം പറയുന്നു. യേശുക്രിസ്തു എന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ക്രിസ്ത്യാനികൾ കുമ്പസരിക്കുന്ന പോലെ സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിമീങ്ങള് ഈ രൂപത്തിലുള്ള മൗലിദ് സംസ്കാരത്തിലൂടെ ഇത്തരത്തിലുള്ള വേദികളിൽ ഇരുന്നുകൊണ്ട് തലയിൽ ടവല് കെട്ടിക്കൊണ്ട് ഭവ്യതയോടുകൂടി ആമീൻ ചെല്ലുന്നത് ആരോടാണ്? ആരോടുള്ള ദുആക്കാണ്? റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുകയാണ്.
ഇത് അള്ളാഹ് പഠിപ്പിച്ചതാണോ? അല്ല. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണോ? അല്ല. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. പിന്നെ ഇത് ആരുടെ വിശ്വാസമാണ്? ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് 100% പുറത്തുപോയ ശിയാക്കളെന്ന് പണ്ഡിത ലോകം മുദ്ര കുത്തിയ പിഴച്ചവര് അവരാണ് ഇതിനകത്തേക്ക് ഇത് കൊണ്ടുവന്നത്. അവരാണ് ഈ സംസ്കാരം തന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ ശിയാക്കളിലൂടെയുള്ള ആചാരം, ആ ശിയാക്കളിലൂടെയുള്ള പിഴച്ച വിശ്വാസം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തായി നമുക്ക് വഫാത്താകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പടയാളികൾ യഥാർത്ഥത്തിൽ ഔലിയാക്കളെ സ്നേഹിക്കണം, അമ്പിയാക്കളെ സ്നേഹിക്കണം. അതുപോലെ അവർക്ക് മുഅ്ജിസത്തുണ്ടെന്ന് വിശ്വസിക്കണം, ആ മഹാന്മാർക്ക് കറാമത്തുണ്ടെന്ന് വിശ്വസിക്കണം. പക്ഷേ ആ ആദരവ് ഒരിക്കലും തന്നെ ആരാധനയുടെ പരിധിയിലേക്ക് പോകാൻ പാടില്ല. അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്ന, അവരിൽ നിന്ന് ഈ രൂപത്തിൽ ഉപദ്രവത്തെ പ്രതീക്ഷിക്കുന്ന, ഉപകാരത്തെ പ്രതീക്ഷിക്കുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത. അല്ലാഹുവേ, നീ തന്നതിനെ തടയാനോ നീ തടഞ്ഞതിനെ തരാനോ നിന്റെ ഖളാഇകളെ മാറ്റിമറിക്കാനോ ഒരു മഖ്ലൂഖിനും സാധ്യമല്ല റബ്ബേ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് ലോകരക്ഷിതാവായ റബ്ബിൽ ബലമേൽപ്പിക്കുന്നുവോ അവൻ അല്ലാഹു തആല തന്നെ മതിയായവനാണ്. അതുകൊണ്ട് ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കറകളഞ്ഞ വിശ്വാസം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് സഹോദരങ്ങളെ പിഴുതെറിഞ്ഞ് അവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പുറത്തുപോയ പിഴച്ച വിശ്വാസികൾ പ്രചരിപ്പിച്ച പാരമ്പര്യമായ പിഴച്ച വിശ്വാസം അത് ഹൃദയത്തിലേക്ക് നൽകുകയാണ് പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശത്തിന് വേണ്ടി, അതിന്റെ ഉന്നമനത്തിന് വേണ്ടി സ്വന്തം ചോരയോട് ഏറ്റുമുട്ടിയ മഹാന്മാരായ ബദരീങ്ങളില്ലേ, ആ ബദർ ശുഹദാക്കളില്ലേ, അവര് ഏതൊരാദർശത്തിന് വേണ്ടിയാണോ ജീവാർപ്പണം ചെയ്തത്? സ്വർഗത്തിന്റെ ഉന്നതമായ തോട്ടങ്ങളില്, അവിടെ പാറി നടക്കുന്ന പറവകളുടെ മേടകളില് അവരിപ്പോഴും സ്വർഗത്തിൽ അയാത്തോടുകൂടി നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ട് വരാനോ നമ്മുടെ ജീവിതവുമായി ഇടപഴകാനോ നമ്മുടെ വിഷമങ്ങൾ പരിഹരിച്ച് തിരിച്ചു പോകാനോ അല്ലാഹു അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. അവർ ഏതൊരാദർശത്തിന് വേണ്ടിയാണോ ജീവാർപ്പണം ചെയ്തതെങ്കിൽ ആ ആദർശത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവരെ അതാ ആ ബദരീങ്ങളെ തന്നെ വിളിച്ചു തേടുകയാണ്. എന്താ ബദർമാലക്കാരൻ പറയുന്നത്? എന്താ ബദർ മൗലിദുകാരൻ പറയുന്നത്? ഇതിനെ ഫുരയിൽ എഴുതിക്കാരുതൂക് ഇതമാകാമില്ല കളവീനതെന്നോവർ മതിലുകൾ പൊട്ടേലും തീയുകൾ കത്തേലും മറ്റും വീത്തന വരില്ലാതെന്നോവർ. നിങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിലും, ഹജ്ജിന് പോവുകയാണെങ്കിലും, ടൂർ പോവുകയാണെങ്കിലും, കച്ചവട ആവശ്യാർത്ഥം നാട് വിട്ടു പോവുകയാണെങ്കിലും ഒരു പേടിയും നിങ്ങൾ പേടിക്കണ്ട. അസ്മാഉൽ ബദരീങ്ങളുടെ പേരിയ ആ ഒരു ചാർട്ട് നിങ്ങൾ വീട്ടിലൊട്ടിച്ച് അവരെ തവക്കുലാക്കിക്കൊണ്ട് നിങ്ങൾ പോയിക്കോ. നോക്കൂ, നിങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടിറങ്ങുമ്പോൾ നമ്മളോട് റബ്ബിനോട് പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആലയിൽ പൂർണ്ണമായും സമ്പത്തിനെയും സന്താനങ്ങളെയും ഭാര്യമാരെയും പരമേൽപ്പിച്ചു പോകാനാ പറഞ്ഞത് അല്ലേ? അൻത വലിയ ദുനിയാ വൽ ആഖിറ. നാദാ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ എന്ന് പ്രാർത്ഥനയാണ് പഠിപ്പിച്ചതെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ? ഇവരുടെ പേരിന് എഴുതി വെച്ചിട്ട് നിങ്ങൾ പോയിക്കോ. എന്നിട്ട് അവരുടെ പേരിൽ പിൽക്കാലത്ത് ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകൾ, അങ്ങനെ പേരെഴുതി വെച്ച ഒട്ടിച്ചു പോയവര് വീട്ടിലൊരു ആജിയുടെ അജിന് പോയപ്പോൾ അവിടെ ഒരു കള്ളൻ വന്നു. കള്ളൻ വീടിന്റെ മേൽക്കൂര പൊളിച്ചകത്ത് കിടക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ വാളും പരിചയം തമ്മിൽ ഏറ്റുമുട്ടുന്ന ശബ്ദം കേട്ടു. കള്ളൻ പേടിച്ചോടി. രണ്ടാമത്തെ ദിവസവും വന്നപ്പോൾ തന്നെ, മൂന്നാമത്തെ ദിവസവും വന്നപ്പോൾ തന്നെ കള്ളൻ പറഞ്ഞു തന്റെ മറ്റു കള്ളന്മാരോട്, ഒരിക്കലും തന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല, അവിടെ ആരൊക്കെയോ കാവലുണ്ട്. അങ്ങനെ ഹാജിയാര് ഹജ്ജൊക്കെ കഴിഞ്ഞ് ഹാജിയായി വന്നപ്പോ ആ ഹാജിയാരോട് ചോദിക്കുകയാണ് കള്ളൻ, എന്ത് ഹാജിയാരെ, നിങ്ങൾ വീട്ടിൽ ആരെയാണ് കാവലാക്കിയിരുന്നത്? അപ്പൊ ഹാജിയാര് പറഞ്ഞു, ഞാൻ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് എഴുതിയിരുന്നു, അങ്ങനെയുള്ള വീട്ടിൽ ഒട്ടിച്ചാന്ന് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്ക്, ഈ ഒരു കള്ളൻ വന്നിട്ട് പറയണം ഹാജിയാരോട്, ഹാജിയാരെ നിങ്ങളെ വീട് ഞാൻ കക്കാൻ വന്നപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഒരു കള്ളം പറഞ്ഞ റിപ്പോർട്ട്. ഇത് എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത്? ഇത് സ്വഹീഹായ ഹദീസാണോ? അല്ല, ഇത് കള്ളക്കഥകളാണ്. ഇതൊരിക്കലും തന്നെ സ്വീകരിക്കരുത്. ഇത് ഇസ്ലാമികമല്ല. മറിച്ച് അവിടെ ഇസ്ലാം പറഞ്ഞ ദിക്ർ ദുആകളിലൂടെ റബ്ബിൽ ബലമേൽപ്പിച്ച് പുറത്തിറങ്ങണം.
എന്നാൽ മദർമാലക്കാരൻ പറയുന്നതോ ഈ രൂപത്തിൽ നിങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നോക്കൂ, നിങ്ങൾ എന്നും കൊടുമ മികന്തോരീ ദീനത്തിൽ അവരെ വിളിച്ചിതു അണയിരെന്നെങ്കിൽ അന്നേരം തന്നെ ശിഫകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരുത്തേനുമെന്നോവര്. നിങ്ങൾ എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും, രോഗമാകട്ടെ മറ്റു ബുദ്ധിമുട്ടുകളാകട്ടെ, നിങ്ങൾ അവരെ വിളിച്ച് ദുആ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ശിഫ നൽകുന്നതാണ്. ആലോചിക്കണങ്ങൾ, മഹാന്മാരായ ബദരീങ്ങളൊക്കെ മാരകമായ കോളറ പോലെ, വസൂരി പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് ശത്രുക്കളിൽ നിന്ന് ഏറ്റുവാങ്ങിയ വെട്ടുകൾ ശരീരത്തിൽ മുറിവുകളായി പഴുത്ത് അങ്ങനെ അവസാനം നീരൊലിച്ച് അതെല്ലാം എല്ലുകളിലേക്ക് പിടിച്ച് ക്ഷയിച്ച് ഷഹീദായ ഒരുപാട് മഹാന്മാരുണ്ട്. ആലോചിക്ക്, അവരൊക്കെ റബ്ബിനോടാ ദുആ ചെയ്തത്. അവരൊക്കെ ശരീരത്തിൽ കൈവച്ച് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാ ചെയ്തത്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് സഹോദരങ്ങളെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ മഹാന്മാരുടെ പേരിലൊക്കെ പിൽക്കാലത്ത് അനവധി ഈ രൂപത്തിലുള്ള വേഴ്ച വിശ്വാസങ്ങൾ അടിച്ചു വെക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് പറയും. അപ്പോഴാണ് നമ്മളെ പറ്റി പറയാ ഔലിയാക്കളെ തള്ളുന്നു, മഹാന്മാരെ പുച്ഛിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ ആലോചിക്കും, ഒരു നാട്ടിലൊരു വ്യാജ ഡോക്ടർ വന്നാൽ അവൻ ബോർഡ് വെച്ച് ഞാൻ വ്യാജ ഡോക്ടറാണെന്ന് പറയാതെ ഡിഗ്രിയൊക്കെ എഴുതി അങ്ങനെ ചികിത്സിക്കുകയാണ്. വളരെ വ്യാപകമായ കുഴപ്പമുണ്ടാവും. അങ്ങനെ ഇത് ബോധ്യപ്പെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാർ ഈ വ്യാജ ഡോക്ടർക്കെതിരെ കവലയിൽ പ്രസംഗം നടത്തിയാൽ ബുദ്ധിയുള്ള ഒരുത്തനും ഒരിക്കലും അത് തെറ്റായി കാണില്ല. പക്ഷെ ചില ആളുകൾ പറയാണ്, എന്താണ് ഡോക്ടർ അത്ര വലിയ സേവന ചെയ്യുന്നത്? ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആവശ്യമുള്ള കാര്യമാണ്. എന്നിട്ട് കണ്ടില്ലേ, അവൻ ഡോക്ടർമാർക്കെതിരെ വയലു പറയാണ്. ഈ സമൂഹത്തിൽ അവനെ ഒരിക്കലും തന്നെ ഉൾപ്പെടുത്താൻ പറ്റൂല. നമ്മൾ ഒറിജിനൽ ഡോക്ടർമാരെ ആണോ പറഞ്ഞതല്ല, വ്യാജ ഡോക്ടർമാരെയാ പറഞ്ഞത്. എന്നതുപോലെ ഇവിടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മറവിൽ ഈ രൂപത്തിൽ അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത, സ്വഹാബത്തു റസൂലിൽ നിന്ന് ഒരിക്കലും പോലും ദീനായി കേട്ടുപഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അത് കൊണ്ടുവന്നാൽ അതിന്റെ പേരെന്താ? അത് ബിദ്അത്ത് എന്നാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിലില്ലാത്തത്, നാം മതമായി നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ലാത്തത് ആര് കൊണ്ടുവന്നാലും നിങ്ങൾ തള്ളിക്കളയേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ബഗ്ദാദിന്റെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആ വലിയുണ്ടല്ലോ, ആ മഹാനായ ശൈഖുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കിതാബുകൾ നമ്മൾ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം മഹാനവറുകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് അമരക്കാരനാണ്. കാരണം ആ മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആ മഹാനായ വലിയന് മുഹിയുദ്ദീൻ എന്ന സ്ഥാനപ്പേര് തന്നെ കിട്ടിയത് എങ്ങനെയാണ്? ജീലാൻ എന്ന പ്രദേശത്ത് ജനിച്ച് ബഗ്ദാദ് എന്ന് പറയുന്ന ഇറാഖിന്റെ ഹൃദയഭാഗത്ത് വന്ന് തൗഹീദ് പറഞ്ഞു കൊടുത്ത്, സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്ത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്ത് പറഞ്ഞത്? നീ നിന്റെ ജീവിതത്തിലേക്ക് ഖുർആനിനെയും സുന്നത്തിനെയും കൊണ്ടുവാ. നീ ഖുർആനും സുന്നത്തും മുമ്പിൽ വെക്ക്. എന്നിട്ട് നീ അതിലേക്ക് കൃത്യമായി ശ്രദ്ധ കൊടുത്തത് പഠിക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? നീ കാലതീരകളാകുന്ന കേട്ടു, പറയപ്പെട്ടു, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്ന മുത്തശ്ശി കഥകൾ, കെട്ടുകഥകൾ, സ്വപ്നകഥകൾ, രേഖകളില്ലാത്തതൊക്കെ നീ ഒഴിവാക്ക് എന്ന് പഠിപ്പിച്ച ശൈഖ് ജീലാനിയെ സഹോദരങ്ങളെ ഇന്ന് യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഖാദി മുഹമ്മദ് 400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി ഉണ്ടാക്കി. എന്തൊക്കെയാണ് അതിലൂടെ പ്രവചിച്ചിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്? ശൈഖ് ജീലാനി പറയാത്ത കാര്യങ്ങൾ അല്ലേ? എന്താ ശൈഖ് ജീലാനി പറയാത്തത്? അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതു തീരോ ചെയ്യും ഞാനെന്നോവര്. എവിടെ വെച്ചുകൊണ്ട് എന്നെ ഏത് പ്രതിസന്ധിയിൽ എപ്പോൾ വിളിച്ചാലും വായ കൂടുന്നതിന് ഞാൻ ഉത്തരം ചെയ്യാം. മുഹറബിയായ ഒരു പണ്ഡിതൻ പറയൂല സഹോദരങ്ങളെ. കാരണം ഒന്ന് ദുആ എന്നത് അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്താണ്. അത് അള്ളാഹു അല്ലാത്ത ഒരു പടപ്പിനും നൽകാൻ ശൈഖ് ജീലാനി പഠിപ്പിക്കൂല. രണ്ടാമത്തെ കാര്യം എന്താണ്? ദുആക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ളവൻ അല്ലാഹ് മാത്രമാണ്. അതൊരിക്കലും തന്നെ ഒരു പടപ്പിന് കഴിയൂല, ജീവിച്ചിരിക്കുന്നവർക്കും കഴിയൂല, മരിച്ചവർക്കും കഴിയൂല. മൂന്നാമതായി കൊണ്ട് ദുആക്ക് വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകാൻ ഒരു ശക്തിക്കും കഴിയൂല. അല്ലാഹു തആല പോലും പറഞ്ഞ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? പടച്ചറബ് പറഞ്ഞത്, വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. ഉടനെ നൽകാന്ന് പറഞ്ഞിട്ടില്ല.
പിന്നെ നൽകാമെന്ന് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ മരണപ്പെട്ടിട്ടായിരിക്കും കിട്ടുക. അത് അള്ളാഹുവിന്റെ കൃത്യമായ രീതിയാണ്. പക്ഷേ അവിടെ അള്ളാഹു പോലും പറയാത്ത ഓഫർ എങ്ങനെ ശൈഖ് ജീലാനി പറയും? ശിർക്കായ ഒരു വിശ്വാസം പഠിപ്പിക്കൂല. അപ്പൊ ഖാലി മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഈ മുഹമ്മദീന്മാരുടെ പോരിശ എന്താ പറഞ്ഞു കൊടുത്തത്? നമ്മുടെ വീടുകളിലുള്ള പാമരരായ സ്ത്രീകൾ, വിവരമില്ലാത്ത കാരണവന്മാർ ഇന്നും ഖുർആനിനേക്കാൾ പോരിശയോടുകൂടി ഒരു വചനം തോന്നുന്ന ഈ മുഹമ്മദീന്മാരെ പറഞ്ഞ മൊഴിയൊന്നും കളയാതെ പിണയാതെ സ്വന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ. ഒരു ബേജാറും വേണ്ടങ്ങൾ, ഒരു ആവർത്തി ഇതൊരു തെറ്റുകൂടാതെ ഹത്തം തീർത്താൽ മതി, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പാലസ് തരാം. ഔ, നമ്മളൊരു ഇഞ്ച് കിട്ടിയെങ്കിൽ മതി എന്ന് വിചാരിച്ചിട്ടാ ഈ വഅദും പരിപാടിയൊക്കെ ഏറ്റു ഓടുന്നത്. ഇവിടെ സ്വർഗത്തിൽ ഒരു പാലസ് തന്നെ തരാമെന്ന് അള്ളാഹു പറഞ്ഞ ഖുർആൻ 30 ദിവസം നിങ്ങൾ ഓടിയാൽ സ്വർഗം തരാം? ഇല്ല. അത് നിങ്ങൾ മനഃപ്പാടാക്കിയാൽ തരാൻ പറഞ്ഞു? ഇല്ല. അതനുസരിച്ച് ജീവിച്ചെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. അപ്പൊ ശൈഖ് ജീലാനി പറയോ പ്രിയപ്പെട്ടവര്? ഇല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാരനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയൂല. പക്ഷെ അതിന്റെ പേരിൽ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിക്കണം ഏതൊക്കെ രൂപത്തിലാണ് ഈ സമുദായത്തിനകത്ത് അന്ധവിശ്വാസങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ പേരില് ഈ ഇന്ന് നമ്മുടെ നാടുകളിൽ പള്ളികളിലൊക്കെ ആചരിക്കപ്പെടുന്ന മറ്റൊരു സംസ്കാരമാണ്, സമ്പ്രദായമാണ് ഖുതുബിയ്യത്ത്. അല്ലെ? ഖുതുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ പോലീസുള്ള കാര്യമല്ല. കാരണം ഖുതുബിയ്യത്തിനെ പറ്റി നമ്മുടെ നാട്ടില് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്ന എന്താ കാര്യങ്ങള്? പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. ശൈഖ് ജീലാനിയുടെ ത്വരീഖത്തിൽ അംഗമായ ആള് ഇനിയിപ്പോ സിഗരറ്റ് വലിച്ച്, കള്ള് കുടിച്ച്, പലിശക്ക് പണം കൊടുത്ത് നിസ്കരിക്കാമെന്ന് കൃത്യമായിട്ട് വരാതെ അങ്ങനെ നടന്നാലൊന്നും ഒരു കുഴപ്പമില്ല. ശൈഖാകുന്ന ഞാൻ എന്തുണ്ട്? നല്ലവനാണ്. അതുകൊണ്ട് എന്റെ കൂടെ സ്വർഗത്തിൽ ചുളിവിൽ കയറാം. ചുളിവിൽ കയറണമെങ്കിൽ എന്ത് വേണം? എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഒക്കെ ഓവറായി വർത്താന ശൈഖ് ജീലാനി പറയാത്തതാ. ഒക്കെ ഇസ്ലാമിനകത്തല്ല, പുറത്താണ്, ഓവറാണ്. അതുകൊണ്ടാണ് ശൈഖ് ജീലാനി പറഞ്ഞു എന്ന് പറയുകയാണ് ഇവർ. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട, ഞാൻ തന്നെ നിങ്ങൾക്ക് കാവൽ. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഗ്ദാദിന്റെ മണ്ണിൽ ജീവിക്കുന്ന ശൈഖിനെ ഒന്ന് കൂട്ടിപ്പിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് ശൈഖേ എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കാം. അദ്ദേഹം മരണപ്പെട്ടു പോയി, വഫാത്തായി. ഇനി അദ്ദേഹത്തെ പിടിക്കണമെങ്കിൽ എന്ത് വേണം? അതിനാണ് ഖുതുബിയ്യത്ത്. എന്താ ഖുതുബിയ്യത്ത്? ألفا بخلوته عزما بهمته سرما لغفوته عجبته مسرئا من أجر دعوتي فليده يا عبد القادر محي الدين. എന്താണ് പറയുന്നത്? 1000 വട്ടം ഒറ്റയ്ക്കിരുന്ന് ഇഖ്ലാസോടുകൂടി എന്റെ പേരിനെ ആര് വിളിക്കുന്നുവോ അവർക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് വീടുകളിലും പള്ളികളിലൊക്കെ ഖുതുബിയ്യത്ത് നടക്കാറുണ്ട്, അല്ലേ? അതിലെന്താ പറയുന്നത്? അതിൽ പറയുന്ന അതിന്റെ ശരീഅത്ത് ശൈഖ് ജീലാനി ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഒരു ഖുതുബിയ്യത്ത് എന്ന സംസ്കാരം ഒരിക്കലും ഒരു വ്യക്തിയെ 1000 തവണ വിളിച്ച് ദുആ ചെയ്യാന്നുള്ളത് കടുത്ത കുഫ്റാണ്, ശിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. അത് ശൈഖ് ജീലാനി പഠിപ്പിക്കൂല. പക്ഷേ പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ഖുതുബിയ്യത്ത് പരിഭാഷയും വിശീകരണവും എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആർക്ക് പോയി വാങ്ങിയാലും കിട്ടും. വാങ്ങണം, നിങ്ങളത് വായിക്കണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വമാണോ ഇവർ പ്രചരിപ്പിക്കുന്നത്? അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലും ഇടങ്കാലിട്ട് മറിച്ചു വീഴ്ത്തുന്ന ഔലിയാക്കന്മാരായി ഈ മഹാന്മാരായ ആളുകളെ ചിത്രീകരിക്കുകയും അവരുടെ പേരിൽ ഇത്തരത്തിൽ പ്രമാണവിരുദ്ധമായ കഥകൾ ഉദ്ധരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ് അതിൽ പറയുന്നത്? بعد الصلاة 12 من ركعة مع الفواكه والإخلاص بالخضعة يا غوث العظم عبد القادر سرعا يا سيد الغرن يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني ഹാലിറു ഹാലിറു ഞങ്ങളെ മജ്ലിസിൽ ഹാലിറു 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 ഞങ്ങളെ മജ്ലിസിൽ ഹാലിറു. അങ്ങനെ പറഞ്ഞാൽ ശൈഖ് ജീലാനി ഹാജറാകും എന്നാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത്. ഇല്ല സഹോദരങ്ങളെ, ഒരിക്കലും തന്നെ ഹാജറാകൂല. അതിലുള്ള കഴിവ് അല്ലാഹു തആല
കൊടുത്തിട്ടില്ല. മാത്രമല്ല അവർ അല്ലാഹു തആലയുടെ ബർസഖി ലോകത്ത് ജീവിക്കുന്നവരാണ്. ഒരിക്കലും തന്നെ നമ്മുടെ വിളി കേൾക്കുവാനോ നമുക്ക് ഉത്തരം ചെയ്യുവാനോ കഴിയില്ല. അത് അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ വിളിച്ചുകൊണ്ട് തേടാൻ പഠിപ്പിക്കുന്നു. എന്നാൽ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞ വിവരം എന്താണെന്നറിയോ? ഈ ഇൽമു ഒരിക്കലും തന്നെ ഈ മാലകളും മൗലിദുകളും ഖുതുബിയത്തും പഠിപ്പിക്കുന്ന സദസ്സിൽ നിങ്ങൾക്ക് കിട്ടൂല. കാരണം അതൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ഇത് കായൽപ്പെട്ടത് കാരണം സദഖത്തുല്ലാഹി ഉണ്ടാക്കിയതാണ് ഖുതുബിയത്ത്. ഷെയ്ഖ് ജീലാനിയുടെ അരുമ ശിഷ്യനല്ല. അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട വ്യാജ ത്വരീഖത്തിലെ ഒരു ഷെയ്ഖാണ്. മുഹീദ്ദീൻ മാല അബ്ദുൽ ഖാദർ ഇതിനെ ഖാദി മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. ബഹജത്തുൽ അസ്റാർ എന്ന് പറയുന്ന അലി ബിൻ യൂസുഫ് ശത്രുപി യഥാർത്ഥത്തിൽ പക്കാ കുഫറും ശിർക്കും ഇസ്ലാമിനകത്തെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ പിൽക്കാലത്ത് അടിച്ചുവിടപ്പെട്ട വ്യാജ കിതാബുകളുള്ള കഥകളാണ്. എന്നാ ഒറിജിനൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കിതാബുകൾ പറഞ്ഞ എന്താ കേട്ടോളൂ. പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി അദ്ദേഹം കൊടുത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹം മുസ്ലിം സമുദായത്തോട് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? എങ്ങനെയാണല്ലോ മുസ്ലിമേ നീ ലാ ഇലാഹ എന്ന് പറയുന്നത്? എത്ര ഇലാഹുകളാണ് നിന്റെ ഹൃദയത്തിലുള്ളത്? അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് പ്രഖ്യാപിച്ച മുസ്ലിമിനോടാ ചോദിക്കുന്നത്, ഒരു വിശ്വാസിയോടാ ചോദിക്കുന്നത്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹ ഉള്ളത്? നമ്മളാണ് ആ ചോദ്യം ചോദിച്ചെങ്കിലോ നമ്മളെ കാഫറാക്കി, നമ്മളെ മുസ്ലിം പുറത്താക്കി എന്ന് പറഞ്ഞ് നമ്മളെ നേർക്ക് ചാടും. എന്നാൽ കേട്ടോളി, ഷെയ്ഖ് ജീലാനി ചോദിക്കാം മുസ്ലിം ഉമ്മത്തിനോട്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണുള്ളത്? എന്താ ഇലാഹ്? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബി ദൂനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിട്ടുകൊണ്ട് നീ എവിടേക്കൊക്കെ അവലംബമാകുന്നുവോ, നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി, നിന്റെ വിഷമങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ അവലാദികൾ, നിന്റെ അല്ലലുകൾ, നിന്റെ അലട്ടലുകൾ നീ റബ്ബിലേക്ക് ഉയർത്തേണ്ട ഈ കരങ്ങളെ നീ എവിടേക്കൊക്കെ അത്താണിയായി ഉയർത്തുന്നുവോ, എവിടെയൊക്കെ നീ നേർച്ച സമർപ്പിക്കുന്നുവോ, എവിടെയൊക്കെ നീ ചാരം മൂടുന്നുവോ, എവിടെയൊക്കെ നീ തവക്കുലാക്കുന്നുവോ, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ സാക്ഷാൽ വിഗ്രഹമാണ് മോനെ. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിരുന്ന ഇൽമു നോക്കി നിങ്ങൾ, നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹാണ്. അതുകൊണ്ട് തന്നെ ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർകുൽ ഖൽബ്. നിന്റെ ഹൃദയത്തിൽ ഈ കൊടിയ ശിർക്ക് വെച്ചുകൊണ്ട് നരകം ശാശ്വതമാകുന്ന സ്വർഗം ഹറാമാക്കുന്ന അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്ന റബ്ബിന് ഏറ്റവും കോപമുള്ള ഈ പാവം നീ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നാവ് കൊണ്ട് നീ 70,000 വട്ടം അഫ്ളൽ ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഇവിടുത്തെ കിതാബിൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞ പരിഹാരം കൂടെ ഹൃദയത്തിൽ സ്വരൂപിച്ചോളി, കൃത്യമായി അതൊന്ന് കേട്ട് ഉൾക്കൊണ്ടോളി. മഹാനവറുകൾ പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദാ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളി പോലെ പരിശുദ്ധമാക്കിക്കോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇബാറത്തിന് താഴെ എടുത്തു കൊടുക്കുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ ഖാല അല്ലാഹു അസ്സ വജൽ. പ്രതാപവാനായ റബ്ബ് പറയുന്നു, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റെ വീടാകുന്നു. അതുകൊണ്ട് തന്നെ ആ വീടാകുന്ന പള്ളിയിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ അല്ലാഹുവോടൊപ്പം മറ്റൊരാളെയും വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ദുആ ചെയ്യരുത്. അല്ലാഹു അല്ലാത്ത ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ പള്ളിക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമാണ്. അതുപോലെ നീ ആക്കിക്കോ. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റൊരു വ്യക്തിയോ വസ്തുവോ ശക്തിയോ പരമേൽപ്പിക്കുന്നവനായി ഉണ്ടാകരുത്, നേർച്ച കൊടുക്കുന്നവനായി ഉണ്ടാകരുത്, സുജൂദ് ചെയ്യുന്നവനായി ഉണ്ടാകരുത്, സത്യം ചെയ്യുന്നവനായി ഉണ്ടാകരുത്, അവരുടെ പുണ്യം പ്രതീക്ഷിച്ച് ബലിയറക്കുന്നവനായി ഉണ്ടാകരുത്, ഒരിക്കലും തന്നെ ഉണ്ടാകരുത്. അവിടെ നിന്റെ ഹൃദയത്തിൽ 100% അല്ലാഹുവിനെ മാത്രമാണ് നീ പരമേൽപ്പിക്കേണ്ടത്. ഇതുപോലെ നിന്റെ ഹൃദയം നീ പരിശുദ്ധിപ്പെടുത്തോ എന്ന് പറഞ്ഞ ശൈഖ് ജീലാനിയെ തന്നെ ഖുതുബിയത്തിലൂടെ എത്രയോ പള്ളികളിൽ വിളിക്കുന്നില്ലേ മുഅ്മിനുകളെ? അവിടെ എന്താ ദുആ ചെയ്യുന്നത്? ഫഉദ്ദനി മിൻ മുരീദീന ഹിജികൽ അഖവ വമിൻ നബീദിക ബുദൽ താഇൽ നദ്വ ഫസ്റഫു ഹദീസിറാതൻ അൻത സാലികഹു ഫല്ലാഹു ആതാകഹു ഫഅൻത മാലികഹു വനജിഹി മിൻ ലദാഫി അമാലികഹു സുൽത്താന കുല്ലി
എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന മുഹ്യിദ്ദീൻ ശൈഖ്, നരകത്തിന് രക്ഷപ്പെടുത്തുന്ന അല്ലാഹു അല്ലേ സഹോദരങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വന്തം മകൾ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? യാ ഫാത്തിമ ഖതഅത് ഖബരി, നീ എന്റെ കരളിന്റെ കഷ്ണം തന്നെയാണ്. പക്ഷേ വാപ്പയോട് നിനക്ക് ആവശ്യമുള്ളത് നീ ദുനിയാവിൽ ചോദിച്ചോ. അൻഖദീ നഫ്സക മിനന്നാർ, നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചോ. പടച്ച റബ്ബിന്റെ കോടതിയിൽ സ്വന്തം മോളി എന്ന വ്യക്തിപരമായ പേരിൽ ഒന്നും നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല. മുത്തിന് കഴിയാത്തത് മുത്താരിക്ക് കഴിയോ സഹോദരങ്ങളെ? മുത്താകുന്ന റസൂൽ എന്ന് പറയുന്നു എങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറയോ നരകത്തിന് രക്ഷപ്പെടുന്ന ഞാനാണെന്ന്? പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയാണ് ഞങ്ങൾ നരകത്തിന് രക്ഷപ്പെടുന്ന സുൽത്താൻ. കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ശൈഖ് ജീലാനിയോട് പറയുന്നു എന്ത്? ബസറുഫു ഹാദി സിറാത്തൻ അൻത സാലികഹു വല്ലാഹു അതഖഹു ഫഅൻത മാലികഹു. അങ്ങ് സഞ്ചരിച്ച സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ വഴി നടണേ ശൈഖേ. നോക്കൂ, നിങ്ങൾ ഹിദായത്ത് നൽകുന്നവൻ ആരാ? അല്ലാഹല്ലേ. നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരത്തില് ചുരുങ്ങിയത് 17 തവണ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത് സിറാത്തുൽ മുസ്തഖീം, നാഥാ നീ ഞങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണേ, നീ ഞങ്ങളെ നടത്തണേ റബ്ബിനോടാ ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഹിദായത്ത് റബ്ബിനോട് ചോദിക്കുന്നതിന് പകരം ഈ ഹിദായത്ത് ശൈഖ് ജീലാനിയോട് ചോദിച്ചിട്ട് അവർ പറയുന്നു എന്ത്? ഫഅൻത മാലികഹു, ഹിദായത്തിന്റെ അധികാരത്തിന്റെ മാലിക് താങ്കളല്ലേ ശൈഖേ. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് അങ്ങനെ അധികാരമുണ്ടോ സഹോദരങ്ങളെ? ഇന്ന ആൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ലോകത്തൊരു മഖ്ലൂക്കിന് കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച റസൂലുള്ള ഏറെ ഇഷ്ടപ്പെട്ട തന്റെ പിതൃവനായ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോ റസൂലുള്ള അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിതൃവ്യാങ്ങൊന്ന് ലാ ഇലാഹ ഇല്ല പറയണേ. പറഞ്ഞില്ല. അദ്ദേഹം മുശ്രിക്കായി ശിർക്ക് ചെയ്ത് മരണപ്പെട്ടുപോയി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വീട് വിട്ടിറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ആയത്തിറക്കി കൊടുത്തുകൊണ്ട് പറയുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ വഹുവ അഅലമുൽ ബിൽ മുഹ്തദീൻ. നബിയെ, ഒരിക്കലും തന്നെ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിൽ കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയില്ല. ഹിദായത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ആര് ഹിദായത്തിലാകണം എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഇവിടെ ഖുതുബിയ്യത്തിൽ പറയുന്നത് ഈ രൂപത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ വളച്ചുകെട്ടില്ലാതെ അങ്ങനെ തന്നെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ഇൽമിന്റെ വേദി. അതുകൊണ്ട് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ആത്മമായി പറയാനുള്ളത്, ഈ ദീനി പ്രബോധനത്തിന് സാമ്പത്തികമായ ഒരു ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാമ്പത്തികമായ ഈ പരിപാടിയുടെ ചെലവിന് ആവശ്യമായ രൂപത്തിലുള്ള ഒരു സേവനം അത് അനുഷ്ഠിക്കേണ്ടത് ഓരോരുത്തരുമാണ്. എല്ലാം ദഅവത്തിന്റെ ഭാഗമാണ്, ദീനി പ്രബോധനമാണ്. അതുകൊണ്ട് ശാരീരികമായും മാനസികമായും നമ്മൾ പ്രബോധനത്തിൽ കണ്ണികളാകുമ്പോൾ, ദീനിന്റെ ഇൽമ് പ്രചരണ വേദികളെ സഹായിക്കുമ്പോൾ അവരെ സാമ്പത്തികമായി സഹായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം സാന്ദർഭികമായി നമ്മുടെ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രൂപത്തിലുള്ള പിഴച്ച വിശ്വാസമാണ് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും തന്നെ അല്ലാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചതല്ല. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ന് നിങ്ങൾ ഈ മഹാന്മാരായ ആളുകളും അല്ലാത്തവരുമൊക്കെ ഇന്ന് ഈ മുസ്ലിം സമൂഹത്തിൽ പ്രാർത്ഥിക്കപ്പെടുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമാകുന്ന ഈ വടവൃക്ഷത്തില് ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണങ്ങളാകുന്ന ഈ തിക്കണ്ണികൾ പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ജാറ വരുമാനം അത് ഇന്ന് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സമൂഹത്തില് നല്ല വരുമാനമുള്ള 2 ബിസിനസ്സാണ്. ഒന്ന് ദേശീയാലയം നടത്തുക, മറ്റൊന്ന് എന്ത് ചെയ്യുക, ജാറ കച്ചവടം നടത്തുക. പക്ഷെ ഇത് 2 മുസൽമാനെ പറ്റൂല, ഹറാമാണ്. ഒന്ന് ശിർക്കിലേക്ക് പോകുന്ന പണിയാണ്, ഭാഷാൻ ശിർക്കിലെത്തുന്ന കാര്യമാണ്. മറ്റത് ഹറാമുമാണ്. പക്ഷേ ഇവിടെ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ വ്യാജ കറാമത്തുകൾ ഉണ്ടാക്കി അവരുടെ ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ട് എന്നിട്ട് ആ ഖബറുകളുടെ മറവിൽ ദിക്ർ ദുആ ഹൽഖകൾ നടത്തി, അതുപോലെ തന്നെ സഹോദരങ്ങളെ ഉറൂസുകൾ നടത്തി, ആണ്ട് നടത്തി,
ഖബർ സിയാറത്തിന്റെ ഭാഗമായി പാമരായ മുസ്ലിം സമുദായത്തെ ഈ രൂപത്തിൽ കെട്ടിയുയർത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഖബർ സിയാറത്താകുന്ന ശിർക്കൻ സിയാറത്തിന് മുജാഹിദുകൾ എതിർക്കുമ്പോൾ ഒറിജിനൽ ഖബർ സിയാറത്തിന് നമ്മൾ എതിരാണ് എന്ന ആരോപണം ശരിയല്ല. നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാ ഖബർ സിയാറത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻഹാ തുദക്കിറുൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ച് ബോധമുണ്ടാകാനാണ്. അല്ലേ? ഖബർ കാണുമ്പോൾ മാരീബഖത്തു അലൽ ഖുബൂരി മുസല്ലിമ ഖബറൽ ഹബീബി ഫലം യറുദ്ദ ജവാബി യാ ഖബറു മാലകി ലാ തുജീബു മുനാദിയാ അംലൽ തബാദി സുബ്റത്തുൽ അഹ്ബാബി. ഈ ഖബറിനോട് നമ്മൾ, ആ ഖബറാളിയോട് നമ്മൾ സലാം ചെല്ലണം. റസൂലുള്ളാഹി പറഞ്ഞതാണ്, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, ഈ ഖബറിൽ കിടക്കുന്ന മുഅ്മിനുകളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. പരലോക ചിന്തയുണ്ടാകാൻ, മരണബോധമുണ്ടാകാൻ, അല്ലേ? അതേപോലെ തന്നെ ദുനിയാവിനോടൊരു വിരക്തിക്ക് ഇല്ലാതിരിക്കാൻ, അതുപോലെ വിരക്തി ഉണ്ടാകാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബർ സിയാറത്ത് പഠിപ്പിച്ചു. പ്രത്യേകം നമ്മുടെ വാപ്പാക്ക്, ഉമ്മാക്ക്, ചേട്ടന്, സഹോദരന്, ബന്ധപ്പെട്ടവർക്ക് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവിനോട് ഖബറാളിയുടെ അരികിൽ വന്ന് കൈയൊത്തി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം, ഒരു സംശയവുമില്ല. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആ ഖബർ സിയാറത്തോ, അത് ഖബർ സിയാറത്ത് എന്തിനാ? മമ്പുറം തങ്ങള്, നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തുപേട്ട, മുനമ്പത്ത്, അതുപോലെ തന്നെ തുടങ്ങിയ എന്തൊക്കെ ജാറങ്ങൾ, മയ്യത്തുള്ളതും ഇല്ലാത്തതും, ആണാണോ പെണ്ണാണോ അറിയാത്തത്, മനുഷ്യനാണോ അല്ല ഇനി അല്ലാത്ത വേറെ വല്ല മൃഗമാണോ എന്നൊന്നും അറിയാത്ത പലതരത്തിലുള്ള മൺകൂനകൾ നമ്മുടെ നാടിലുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതിന്റെ ആളുകൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളതാണ്. എത്രയോ സ്ഥലങ്ങളിലുണ്ട്, മൺകൂനകൾ പോലുമുണ്ട്. ഒരു ശരീരമില്ല, വെറുതെ കണ്ട് പൊന്തിച്ചതാണ്. അപ്പോ ഇത് ഇസ്ലാം ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ അവസാനത്തെ വാചകങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയതിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയാണെന്ത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇ വസ്വാലിഹിൻ മസാജിദ, അവർ അമ്പിയാക്കളുടെ സ്വാലിഹുകളുടെ ഖബറിടം ആരാധനാ കേന്ദ്രങ്ങളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി, പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി. ഒക്കെ ഇബാദത്തിന്റെ പരിധിയിലുള്ളതാണ്. സുജൂദ് ചെയ്താലും, ജാറത്തിങ്ങ പോയിട്ട് ആ തുണിയൊന്ന് മുത്തിയാലും, ആ ഖബറിന്മേൽ ചുംബിച്ചാലും, അവിടെ പോയിട്ട് അവിടുത്തെ എണ്ണൊന്ന് കുടിച്ചാലും, ശരീരത്തിൽ തൊട്ടാലും, ജാറം മൂടിയാലും, ഖബറാളിയോട് പ്രാർത്ഥിച്ചാലും ഒക്കെ ആ പറഞ്ഞ ശിർക്കൻ ആചാരത്തിലെത്തി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂത ക്രൈസ്തവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണം അതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ ഖബർ ആഘോഷിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കല്ലേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചു. ഹജ്ജിന് പോകുന്നവരെ, മദീന സന്ദർശിക്കുന്നവരെ ചിന്തിക്കൂ, നിങ്ങൾ അവിടെ ഖബർ കെട്ടിയുയർത്തപ്പെട്ടിട്ടില്ല. അവിടെ ഒരിക്കലും തന്നെ ആനയില്ല, അമ്പാടിയില്ല, ശൃംഗാരി മേളങ്ങളില്ല, ചെണ്ടമുട്ടില്ല, ആണും പെണ്ണും ഇന്നത്തെ നേർച്ചപ്പറമ്പിൽ കൂടിയാടുന്ന പോലെ അനിസ്ലാമിക വേഷം ധരിച്ച് കൂടിയാടുന്നില്ല. അവിടെ ഒരു പ്രത്യേക നേർച്ചക്കുറ്റിയില്ല, അതുപോലെ തന്നെ സ്വലാത്ത് വക പെട്ടിയില്ല, അവിടെ ഒരു പ്രത്യേകമായ ഷീർണി സ്വലാത്തില്ല, അതുപോലെ സ്വലാത്ത് നഗറുകളില്ല, ഒരു ഖുറാഫാത്തുമില്ല, ഉറുക്കി ഏലച്ചൈക്കെല്ലാം പോലെയുള്ള ഒരു തരത്തിലുള്ള ശിർക്കിന്റെ ചിഹ്നങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഈ ഷിയാ വിശ്വാസത്തിന്റെ ഖുറാഫാത്തിന്റെ ഭാഗമായി അതൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് കെട്ടിയവർ രഹസ്യമായ റൂമിലിരുന്നിട്ടും പോലീസുകാരാണാതെയും ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടാതെയൊക്കെ പല തട്ടിപ്പും നടത്തുന്നുണ്ട്. കണ്ടാ പിടിച്ചു ഉള്ളിക്കണ്ടിടും, പിന്നൊരു കാലത്ത് പോലും വെളിച്ചം കാണാൻ പറ്റൂല. റസൂലുള്ളാഹിയുടെ ദുആക്ക് ഉത്തരം കിട്ടി എന്നുള്ളതാണ് അല്ലേ സഹോദരങ്ങളെ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ വ്യക്തമായി, നൂരിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയതാണത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള ഈ കാര്യം ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരില്, മറവില് സുന്നത്ത് ജമാഅത്തിന്റെ സിംബലായി കടന്നു വന്നില്ലേ പ്രിയപ്പെട്ടവരെ? ചാറത്തിങ്കിൽ എത്ര ആളുകളാ തിങ്ങിപ്പാർക്കണത് അറിയോ? കാരണം എന്താ? ആളുകൾക്ക് രോഗം മാറുന്നു, ബുദ്ധിമുട്ടുകൾ തീരുന്നു, വിഷമങ്ങൾ നേരിടുമ്പോൾ എന്നാണ്. സത്യത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശ്വാസത്തിൽ നിന്ന്, പ്രവാചകൻ അവതരിപ്പിച്ച ഈ ശുദ്ധമായ മാർഗത്തിൽ നിന്ന് ഒരാള് തിരിഞ്ഞു കളഞ്ഞാൽ അവൻ തിരിഞ്ഞയിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. അല്ലാഹു പറയാണ്,
വനുസ്ലിഹി ജഹന്നം, അവന്റെ സങ്കേതം നരകമാണ്. വസഅതു മസീറാ, അത് എത്ര മോശമായ താവളമാണ്. നോക്കൂ നിങ്ങൾ. അപ്പോ ഈ രൂപത്തിലുള്ള ഒരു അന്ധവിശ്വാസം ഇത് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പന്തലിക്കുമ്പോൾ, ഈ കെട്ടിവെത്തപ്പെട്ട ഖബറിലേക്ക് ഒരു വിശ്വാസി പോകുമ്പോൾ ആ ഖബറും പുറത്തുള്ള പുതപ്പ് കേൾക്കുന്നു വിചാരിച്ചിട്ടാണ് പോണത്? അല്ല. ആ ഖബറിന്റെ അരികിലുള്ള അവിടെ തേച്ച കല്ലും മണലും കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്? അവരെന്നെ ഉപദ്രവിക്കുമെന്നാണോ? അല്ല. മറിച്ച് ഗുണവും ദോഷവും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ആ ഖബറിനകത്ത് പ്രവേശിക്കുന്ന അവിടെ കിടക്കുന്ന ആളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് സൂറത്തുർ റഅദ് അതിലെ 14-ാമത്തെ ആയത്ത് മറിച്ചോ അല്ലാഹു പറയുന്നു, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥമായ വിളിച്ചു പ്രാർത്ഥന അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആ തേട്ടം റബ്ബിന് മാത്രം നൽകേണ്ടതാണ്. വല്ലദീന യദഊന മിൻ ദൂനിഹി, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരിലേക്കൊക്കെ ഇത് സമർപ്പിക്കുന്നുവോ അല്ലാഹു തആല പറയുന്നു, ലാ യസ്തജീബൂന ലഹും ബിശൈ, നിങ്ങൾക്ക് ഒരു ഉത്തരവ് അവർ ചെയ്യൂല, നിങ്ങൾക്കൊരു ഉപകാരവും അവർ ചെയ്തു തരുന്നതല്ല. ചില്ലറ ഉപകാരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി, റബ്ബ് പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ചില പൈശാചികമായ രോഗങ്ങൾ പിശാചി ശരീരത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ സാഹിറന്മാർ വഴി മറ്റുള്ള ഈ രൂപത്തിൽ സിഹ്ർ ചെയ്യുമ്പോൾ അത് റബ്ബിന്റെ ഇതിന് പ്രകാരം കൽപ്പന പ്രകാരം പരീക്ഷണമായി നമ്മളിൽ ഫലിച്ചാൽ, ആളുകൾ ബോധവാന്മാരല്ലാത്ത ആളുകൾ ഈ ഉപദ്രവം തീരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും പണിക്കാരോ ഏതെങ്കിലും ജ്യോത്സ്യന്മാർ ഏതെങ്കിലും രാജതങ്ങന്മാര് ഈ ഇസ്ലാമിന്റെ ആത്മീയ ചികിത്സയുടെ മറവിൽ ചൂഷണം നടത്തുന്ന ശിർക്കിലെ കൊണ്ടുപോകുന്ന ആൾക്കാർ പറയും, നിങ്ങൾ എന്ത് ചെയ്തോളി, ആ ജാറത്തിനൊന്ന് പോയി ജാറം മൂടിക്കോളി, അല്ലെങ്കിൽ അവിടെ നിന്നൊരു തകിടുങ്ങളൊന്ന് വാങ്ങിയിട്ട് വീടിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടാളി, അല്ലെങ്കിൽ നൂല് കെട്ടിക്കോളി, അവിടെ ഒരു വർക്കത്തിന്റെ നാണയം വാങ്ങുന്നു ഇഞ്ഞിട്ടാളി, അത് മതിയല്ലോ. കാരണം എന്താ, പിശാച് ആദം സന്തതികളെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അവൻ അല്ലാഹു നൽകിയ കഴിവുകൾ മുഴുവനും ആദം സന്തതികളുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കും, അവിടെ നടത്തും. അതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിന്റെ ദിക്റുകളും ദുആകളും ഊരിവിട്ട് ഖുർആൻ ഓതിക്കൊണ്ട് ആ ബാധയിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് പൂർണ്ണ മുക്തത നൽകുന്നതിന് പകരം, അത് ഒഴിവാക്കുന്നതിന് പകരം നേരെ ജാറത്തിന് പോവും, ഒരു ശിർക്കാണ് ചെയ്യും, ഒരു കുഫറാണ് ചെയ്യും, ഒരു ഹറാമാണ് ചെയ്യും. അപ്പൊ ശൈത്താൻ ചെയ്യും, തൃപ്തിയായി, തൽക്കാലം ഓനെന്ത് ചെയ്യണ്ട, ഉപദ്രവിക്കണ്ടാണ്, മാറിക്കൊടുക്കും. അപ്പൊ ഓൻ വിചാരിക്കാൻ അവിടെ പോയിട്ടാ മാറിയത്. പിന്നൊരു ജലദോഷം ഉണ്ടായാലും ഉരവേദന ഉണ്ടായാലും ചെറിയൊരു തടസ്സം ഉണ്ടായാലും അപ്പൊ പോകും. ഒരിക്കലും അവന് നേരിലേക്ക് വരാനോ ഇസ്ലാമിന്റെ ആദർശമനുസരിച്ച് ജീവിക്കാനോ കഴിയൂല. അങ്ങനെ ഈ രൂപത്തില് ഒരു ഉത്തരവും കിട്ടാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത കേന്ദ്രങ്ങളിലേക്ക് സഹോദരങ്ങളെ പോകുന്നതിനെ പറ്റി അല്ലാഹു പറഞ്ഞ എന്താ, ഇല്ലാക ബാസിത് കഫൈഹി ലിൽ മാഇ യബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഹി, ഒരാൾ വെള്ളത്തിലേക്ക് തന്റെ കൈ നീട്ടുന്നതിനെ പോലെയാണ്. വെള്ളത്തിലേക്ക് കൈ നീട്ടിയിട്ട് എന്റെ വായിലേക്ക് വെള്ളം എത്തട്ടെ എന്ന് വിചാരിച്ചാൽ അല്ലാഹു പറയുന്നു, വമാ ഹുവ ബിബാലിഹി, അവന്റെ വായിലേക്ക് വെള്ളം എത്തൂലല്ലോ. അതുപോലെയാണ് വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, ഈ കാഫിറുകളുടെ ദുആ വഴികേടിൽ തന്നെയാണ്. ആരാണ് ഇവിടെ അല്ലാഹു തആല നിഷേധി എന്ന് ഉദ്ദേശിച്ചത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ. ശ്രദ്ധിക്കണം, നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. മാത്രമല്ല, ഇത്തരത്തിൽ കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ സത്യത്തിൽ സഹോദരങ്ങളെ ഒരല്പം ബുദ്ധി കൊടുത്ത് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ പോകൂല. തനിച്ച അന്ധവിശ്വാസികളായി എന്ത് കേട്ടതും കണ്ടതും എന്ന് പറഞ്ഞ് വിഴുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവർ കുടുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ അൻകബൂത്ത് എന്ന് പറയുന്ന 29-ാമത്തെ അധ്യായം, സൂറത്തുൽ അൻകബൂത്ത്, ആ എട്ടുകാരി എന്നാണ് ആ സൂറത്തിന്റെ പേരെന്ന്. അതിലെ 41-ാമത്തെ ആയത്ത് എന്താണെന്ന് നിങ്ങള്, അല്ലാഹു അല്ലാത്തവരിൽ രക്ഷപ്രാപിക്കുന്നവർ, അവരെ വിളിച്ച് തേടുന്നവർ, അവരുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസങ്ങളിൽ മുങ്ങിക്കുളിച്ച ആളുകൾ എട്ടുകാലിയുടെ വലയിൽ കുടുങ്ങിയ പോലെയാണ്. എട്ടുകാലിയുടെ വല എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ദുർബലമായ വലയാണ്, വളരെ ക്ഷയിച്ച വലയാണ്. അതില് ഒരു അരണയോ ഓന്തോ പല്ലിയോ ഒക്കെ കുടുങ്ങിയ നിൽക്കുവോ? ഇല്ല, വല പൊട്ടിച്ചിട്ട് പുറത്തേക്കാണ് പോകും. എന്നാൽ അതിൽ ചെറിയ പ്രാണികളൊക്കെ കുടുങ്ങിയാലോ ഒരു രക്ഷയില്ല. പൗരോഹിത്യമാകുന്ന എട്ടുകാലി വലയിൽ കുടുങ്ങിയവനെ പോലെ തന്നെ എട്ടുകാലിയുടെ ഭക്ഷണമായത് മാറും. ഇതുപോലെ ഈ ജാതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന കറാമത്തുകൾ, വ്യാജത്തരങ്ങൾ, ഇത് ഒന്ന് ശരിക്കും ബുദ്ധി കൊടുത്ത് ആലോചിച്ചാൽ സഹോദരങ്ങള് ഒരിക്കലും അങ്ങോട്ടൊരാളും പോകൂല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മുനമ്പത്ത് ബീബിയുടെ മഖാമ്, ആ മുനമ്പത്ത് ബീബിയുടെ മഖാമിൽ വന്നടിഞ്ഞ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് യഥാർത്ഥത്തിലുള്ളത്? അവിടെ നമുക്ക് കാണാൻ കഴിയും, അത്
ഒരു ജാനകി എന്ന് പറയുന്ന അമുസ്ലിം സഹോദരിയാണ്. ഏതോ രാജൻ എന്ന് പറയുന്ന ഒരു അമുസ്ലിമുമായി പ്രേമിച്ച് അവസാനം കൊൽക്കപ്പം ചെയ്ത് അവരെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ രാജന്റെ ബോഡിയുമായിട്ട് കുടുംബക്കാർ പോയി. ജാനകിയെ അന്വേഷിച്ച് ആരും വന്നില്ല. അതങ്ങനെ അവളെ ചത്തു വീർത്ത് ദുർഗന്ധം വമിച്ച് പൊന്താൻ തുടങ്ങി. കടലിലേക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട്, ചെരുപ്പറിഞ്ഞാലും പടറിഞ്ഞാലും എന്ത് ശരീരം വീണാലും കടലെന്ത് ചെയ്യും, ഓളത്തിൽ തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരും. അടുത്ത അതേ സ്പീഡിൽ അങ്ങോട്ടും പോകും. അപ്പൊ ഈ ദുർഗന്ധമുള്ള ഈ ശരീരം പോസ്റ്റ്മോർട്ടത്തിനോ അല്ലെങ്കിൽ അന്വേഷണത്തിനോ വേണ്ടി നിയമപാലകർ അടുത്ത് ചെന്നപ്പോ അടിക്കാൻ വയ്യ. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ കേടുവരും, ഈ ദുർഗന്ധം പോകില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് പറഞ്ഞു നാട്ടുകാരോട് ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താ, ഞങ്ങളെ കൂടി ചെല്ലുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഇത് കടലിന്റെ സ്വഭാവമാണ്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യും പോലീസുകാർ പറയല്ല. അതിന് പകരം ഉടനെ തന്നെ കൗമ പറഞ്ഞു എന്നാ കറാമത്തുണ്ടാവുന്നു. അങ്ങനെ ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടുവന്ന് ജാറാണ്ട് നോക്കി അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവിടെ ഈ മുനമ്പത്ത് ബീവിയെ പറ്റി പറഞ്ഞിട്ടുള്ള എന്താ, അതിന്റെ മധു കാണാ. ഊരും പേരറിയില്ല, ശൂറത്തൊട്ടും കൂറവില്ല, ബഹുമാനം നിറഞ്ഞുള്ള നാട് നല്ല വെളിയങ്കോട്ടും മരകാതി കുഞ്ഞുമരക്കാരി ഷഹീദ് ബഹുമാനേരൊക്കെ പറ്റ നാട്. ഊരും അറിയില്ല, പേരും അറിയില്ല, പിന്നെ എങ്ങനെ നമ്മള് ബീവിയാന്ന് മനസ്സിലായി? ബീവിയാന്ന് മനസ്സിലായില്ല. ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹാ കൊടുത്തത്. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിക്കും, റസൂലുള്ളാഹിന്റെ പുന്നാരമോളെ പേര് കൊടുക്കണേ ആദ്യം മുസ്ലിമാണെന്ന് അറിയണ്ടേ. ആ രൂപത്തിൽ വന്നടിഞ്ഞ ഈ ശരീരത്തെ മറവ് ചെയ്ത് പൊക്കിക്കൊണ്ട് കറാമത്ത് പ്രചരിപ്പിച്ചിട്ട് പുതുവന്നാനി മുനമ്പത്ത് ബീവിയുടെ ജാറത്തിലെ 20ാം ആണ്ട് നേർച്ചയ്ക്ക് പങ്കെടുത്ത ആളാരാ? ദിക്റ് ദുആക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി, ഷെയ്ഖുന UP മുഹമ്മദ് മുസ്ലിയാർ മാത്തൂർ 2001 ഇറങ്ങിയ സിറാജ് പത്രത്തിലെ പരസ്യമാണ്. ആലോചിക്കുങ്ങള്. മാത്രല്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇപ്പോ കൊല്ലം ജില്ലയിൽ തെക്കൻ ഭാഗത്തേക്ക് പോകുമ്പോ അവിടെ ഒരു ജാറത്ത്, ആ ജാറത്ത് കിടക്കുന്ന ഒരാൾക്ക് എന്താ കറാമത്ത് അറിയും? അറബ് സയ്യിദ് ഫദൽ മർസൂഖി തങ്ങൾ. കാരണം അറബ് നാട്ടിൽ നിന്ന് വന്നടിഞ്ഞ ശരീരമാണെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ അറബാക്കി, പിന്നെ ഇതാക്കി, പിന്നെ തങ്ങളാക്കി, പിന്നെ എന്തെങ്കിലും പേര് കൊടുക്കണം. അപ്പൊ ഫദൽ ഫർലൂഖി തങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു പേരാണ് കൊടുത്തത്. ആ ജാറം പൊക്കിയിട്ട് അതിന്റെ മധുഹായി ഇവർ പറയുന്ന കാര്യങ്ങള്, അതിന്റെ മധുഹായി പറയുന്നത് ഈ കടലിലൂടെ യാത്ര ചെയ്യുന്നവർ, അജ്ജിനാകട്ടെ മീൻപിടുത്തത്തിന് വേണ്ടിയാകട്ടെ ഏത് രൂപത്തിൽ പോകുന്നവരാകട്ടെ, അവര് ഈ കടലിൽ വല്ല അപകടം സംഭവിച്ചാൽ ഈ അറബ് ചെയ്ത് ഫദൽ മർസൂഖി തങ്ങൾ നിങ്ങൾ വിളിച്ച് തേടിക്കോളീന. ഇതിന്റെ ഒരു വൈരുദ്ധ്യവും വിഡ്ഢിത്തവും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രം ഞാൻ പറഞ്ഞത്. സത്യത്തിൽ ഇയാളുടെ ചരിത്രം ഇവർ വിശദീകരിക്കുന്ന ഒരു മധുര കിതാബുണ്ട്. ആ മൗലിദ് കിതാബിൽ എന്താ പറയുന്ന കാര്യങ്ങള് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് കേട്ടോളൂ. അപ്പോഴാണ് ഇവർ പറഞ്ഞ കറാമത്ത് എങ്ങനെ യോജിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. എന്താണ് ഈ മയ്യത്ത് ഈ പല്ലല എന്ന് പറയുന്ന തെക്കൻ ജില്ലയിൽ അടിഞ്ഞതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഈ സയ്യിദും കുറച്ചാളുകളും ഒരു യാത്ര പോയി. യാത്രാ മധ്യേ കടലിൽ വെച്ച് കരവാലകളിൽപ്പെട്ട് കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. അതിന്റെ എല്ലാ തരത്തിലുള്ള ഭാഗങ്ങളും അടിഞ്ഞ് പൊട്ടി അവസാനം കപ്പൽ മുറിഞ്ഞ് ഇവർ വെള്ളത്തിൽ. അങ്ങനെ മുഴുവൻ ആളുകൾ മുങ്ങി മരിച്ചു. അങ്ങനെ മുങ്ങി മരിച്ച് ആ രൂപത്തില് എല്ലാവരും ബാക്കി ഒരാളും ബാക്കിയില്ലാത്ത രൂപത്തിൽ അവശേഷിക്കുന്നതിനിടയിലാണ് ആ കടലിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നത്, കയറി വരുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇടയ്ക്ക് വെച്ച് കപ്പൽ തകർന്നു എന്നാണ്. എന്താ ഈ കഥയിലൂടെ പറയുന്നത്? കായും കനികൾ കാരക്കല്ലാതെ തീറ കടലിൽ നടിയാൽ കയറി കാരക്കല്ല. കായും കരികളും ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. കപ്പൽ തകർന്നപ്പോൾ അവർ ഉപയോഗിക്കുന്ന പാത്രം, ഭക്ഷണങ്ങൾ, സാധനങ്ങളൊക്കെ കരയിലേക്ക്. കടപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു. എന്താണിത്? കടലിൽ നിന്ന് മത്സ്യമാണ് കിട്ടത്. ഇതെന്താ തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ ചീർപ്പ്, ബക്കറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. അത്ഭുതം. അങ്ങനെ കടപ്പുറത്ത് തരിച്ചു നിൽക്കുന്ന സമയത്ത് ഈ കറാമത്തുണ്ടാക്കുന്ന ആളതാ ഒരു ക്ലൈമാക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴൊരു കോവിൽ വാലിൽ പിടിത്തോരാൾ ഉപ്പ് ജലത്തിന്ന് കേറിഹായത്തോടെ വിവരിച്ചവരിൽ ബീച്ചുള്ളവൻ കേട് വിങ്ങി കരഞ്ഞിവ ഈ പോലുണർത്തിയേ. എന്താ പറയുന്നത്?
ഒരു പശുവിന്റെ വാലും പിടിച്ച് കരയിലേക്ക് ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു. തകർന്ന കപ്പലിനകത്ത് നിന്ന് എങ്ങനെയാണ് ഈ പശുവിന്റെ വാലും പിടിച്ച് കയറി വന്നത്? അതൊന്നും ചോദിക്കാൻ പാടില്ല, കഥയിൽ ചോദ്യമില്ല. അങ്ങനെ വന്നു എന്ന് വിശ്വസിക്കാം. എന്നിട്ട് വിവരിച്ച് എന്താ വിവരിക്കുന്നതറിയോ? കപ്പലിലുണ്ടായി ൊരു സയ്യിദ്, കപ്പലുടഞ്ഞപ്പോൾ എങ്ങോ മറഞ്ഞു പോയി. അങ്ങനെ കപ്പലിൽ ഒരു സൂപ്പർ സയ്യിദ് ഉണ്ടായിരുന്നു. കിട്ടുകയാണെങ്കിൽ നല്ല മെച്ചാണ്. കാരണം എന്താ? ജാറം പൊക്ക. അതുകൊണ്ട് തന്നെ തെരഞ്ഞോളി, അന്വേഷിച്ചോളി, കിട്ടിയാൽ ലോട്ടറി ആയിരിക്കും എന്നുള്ള നിലയ്ക്ക് പറഞ്ഞപ്പോൾ പിന്നെ ആ നാട്ടുകാരാകുന്ന ഈ കബറ് കച്ചവടക്കാരൊക്കെ അവിടെ കൂടി. ഞാനത് കിട്ടുകയാണെങ്കിൽ പിന്നെ 4-5 തലമുറയ്ക്ക് ജീവിക്കാതെ തന്നെ മതി എന്നുള്ള നിലയ്ക്ക് അതിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇതിന്റെ മയ്യത്ത് തെക്കൻ ജില്ലയിലെ ഒരു തീരദേശ പ്രദേശമായ പല്ലണ എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് അടിഞ്ഞു എന്ന് കേട്ടു. ആളുകൾ അങ്ങോട്ട് ഓടി. ഇപ്പോൾ ഭൂവിദാനം ചെയ്ത ജഡം പോലിരിക്കുന്നവർ മേനി നശ്വരം കൂടാതെ കയറി വന്നു നോക്കുമ്പോ തെന്നീങ്കരം വെട്ടിയിട്ടില്ല, മത്സ്യം കുത്തിയിട്ടില്ല, ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല, നല്ല ഫ്രഷ് ബോഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നാം. ഭയങ്കര കരാമത്താണ്. അങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തായിരുന്നു? ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ കടിപിടിയായി. ഇങ്ങനെയുള്ള ചക്കരക്കുളത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരുണ്ടാവൂല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പല കമ്മിറ്റിക്കാരും തമ്മിൽ പിടിവലിയായി. അങ്ങനെ കച്ചറയായപ്പോൾ അവിടെ പ്രദേശത്തുള്ള SIയും പോലീസുകാരും വന്നു. കഥയിൽ പറയാം, വന്നിട്ട് അവസാനം അവർ തീരുമാനമെടുത്തു. എന്ത് തീരുമാനമെടുത്തു? നിങ്ങളിൽ ആർക്കാണ് ഈ കട്ടിൽ വന്ന് ഈ ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയുക, അവർ കൊണ്ടുപോയിക്കോളി. അങ്ങനെ ഓരോ ടീമും വന്നിട്ട് ഇങ്ങനെ കമ്പവലി പോലെ മത്സരം പോലെ വന്നു. അവരെന്ത് ചെയ്തു? പൊക്കാൻ നോക്കി. പൊങ്ങുന്നില്ല എന്നാണ്. പൊങ്ങുന്നില്ല. എത്രത്തോളം ചെയ്തു? പലവർ ബലവാന്മാർ പല പണി ചെയ്തിട്ടു പലതെല്ലാം കാണാതാ വറുകൾ മടങ്ങിയേ. പല ശേഖന്മാർ, വലിയ മല്ലന്മാര്, കപ്പലൊക്കെ പൊക്കുന്ന പയൽമേമാരുണ്ടല്ലോ, അവരവരെ കൊണ്ടുവന്ന ക്രൈമിന് തുല്യമായ ആൾക്കാരാ. അനങ്ങുന്നില്ല. കാരണം അതെന്താ? അത് അനങ്ങൂല. അത് മുസ്ലിംമാർ തൊട്ടാലേ പൊന്തുള്ളൂ. കാരണം അതിന് സ്പെഷ്യലിസ്റ്റുകൾ തരണം, അപ്പോഴേ അത് പൊന്തുള്ളൂ. അവര് വന്നോടുകൂടി എന്ത് ചെയ്തു? മയ്യത്ത് കിട്ടിയതാണ്. കേട്ടോളൂ. കടശിപ്പൂറക്കാട്ടിയിലുള്ളോരതിൽ പിന്നെ കട്ടിലെടുത്തുടൻ കൊണ്ടുപോയി മയ്യത്ത്. കടശിപ്പുറക്കാട്ടിലുള്ള ജമാഅത്ത് കമ്മിറ്റി വന്നു, കട്ടിലെടുത്ത് ഒറ്റ കൊണ്ടുപോലെ ഒരാൾ കൊണ്ടേ ജാറം പൊക്കി. എന്നിട്ട് അറബ് സയ്യിദ് ഫദൽ മസൂക്കി തങ്ങൾ എന്ന് കറാമത്ത് പറഞ്ഞൊരു പേരും കൊടുത്തു. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ പറയുന്നത് കേട്ടോളൂ. എന്താണ്? വളരെ വഴി ദൂരം വഞ്ചികൾ പോയികൾ നാളറിക്കാതെ വല്ലാതെ ഹൈറാനെ പെട്ടി വിളിക്കൂകിൽ വല്ലവന്റെ കാല കരകാട്ടുമെന്നോ അവർ. കടലിലൂടെ പോകുന്നവരെ ചിന്തിച്ചോളൂ. ആ ആളുകൾ മറിഞ്ഞ് വെള്ളം മുങ്ങി ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് മരിക്കുന്ന സമയത്ത് നിങ്ങൾ അറബ് സയ്യിദ് ഫദൽ മർസൂഖി തങ്ങളെ വിളിച്ചോ. ആ ശൈഖ് നിങ്ങൾക്ക് കരകാട്ടിത്തരും. സ്വന്തം ശരീരം കപ്പൽ തകർന്ന് വെള്ളത്തിൽ മുങ്ങി വെള്ളം കുടിച്ച് മരണപ്പെട്ട മനുഷ്യൻ സ്വന്തം തടി പോലെ രക്ഷിക്കാൻ കഴിയാതെ നീന്തറിയാതെ കഷ്ടപ്പെട്ട ആള് പിന്നെ സഹോദരങ്ങളെ കപ്പൽ മറിയുന്നവരെ രക്ഷിക്കാൻ കഴിയുമോ? ഇത് ചിന്തിക്കുന്നില്ല കൗമ. ഈ രൂപത്തിലാണ് സത്യത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ എട്ടുകാലി വലകളിൽ അകപ്പെട്ടു പോയ, പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളാണിത്. അല്ലെ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് 2005 മുതൽ ഒരു വമ്പിച്ച ബിസിനസ് ആരംഭിച്ചു. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്നും പറഞ്ഞ് ബോംബെയിലെ ചോർബലാറിലുള്ള മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാല എന്ന പച്ച തമ്മാടിയില്ല. ഞാനതങ്ങനെ പറയുന്നത് നിങ്ങൾ ബേജാറാകണ്ട. അയാൾ പച്ചിക്കാണെന്നും അയാൾക്ക് കൃത്യമായ നിസ്കാരമില്ലെന്നും അയാളുടെ അവിടുത്തെ ചികിത്സാ രീതികളെല്ലാം കണ്ടുവന്നവർ പറയുന്നത് മുഴുവനും ഇസ്ലാമിന്റെ ശരീരത്തിന് പുറത്താണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ, വെറും കച്ചവടക്കാരൻ, അദ്ദേഹം റസൂലുള്ളാഹിന്റെ ചെരുപ്പുണ്ട്, വണ്ട്, മോതിരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആധാരകൾ സൂക്ഷിക്കും. അതിങ്ങനെ കബലകളിലും അതുപോലെ തന്നെ ഒക്കെ വിൽപ്പിക്കും, വെറുക്കെടുക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ ഒരു കെട്ട് മുടിയോളം ഇഷ്ടം പോലെ മുടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ രൂപത്തില് ഒരു വലിയ തട്ടിപ്പുകാരൻ അയാളിൽ നിന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ത് ചെയ്തു? 2005 ശേഷം ബർക്കാതി സാദാത്തി തങ്ങന്മാരിൽ നിന്ന് കിട്ടിയ മുടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുടി കൊണ്ടുവന്നു. ആ മുടിയുടെ സനതന്വേഷിച്ച് നടന്ന സമയത്ത്
എന്തു ചെയ്തു എന്നറിയുമോ? അദ്ദേഹം വ്യാപകമായി ചോദ്യം വന്നപ്പോൾ ഒരു സനദ് നിർമ്മിച്ചു. ഏതാ സനദ്? മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല മുതൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരെയുള്ള ഒരു സനദ്. ഇത് ഈ ചരക്ക് വണ്ടി എഞ്ചിന്മ കൊളുത്തണ പോലെയാണ്. എഞ്ചിൻ ഒറിജിനലാ, പിന്നെ ചരക്ക് വണ്ടി ഒന്നാണ് കൊളുത്തിയാൽ പിന്നെ എത്ര ആളുകൾക്ക് സുഖമായിട്ടാലും കേടാം എന്നതുപോലെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാൻ, പിന്നെ അയാളിൽ വേറെ ചെയ്ത് പിന്നെന്ത് ചെയ്തു? ജീലാനി ത്വരീഖത്തിലെ നല്ല മശായിഖന്മാരുടെ പരമ്പര, ആ പരമ്പരയിലൂടെ അങ്ങനെ കയറിയിട്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ അലിയാർ തങ്ങൾ വരെ എത്തുന്ന ഒരു പനങ്കൊല അതുണ്ടാക്കി. അങ്ങനെ ഇത് സനദാണെന്നും പറഞ്ഞ് മാലോകരെ വഞ്ചിച്ചു. പക്ഷെ അൽഹംദുലില്ലാഹ് എന്തായി? 2010 ശേഷം ആ സനദ് വ്യാജമാണ് എന്ന് അത് നിർമ്മിച്ചു കൊടുത്ത സഖാഫി തന്നെ മാലോകരോട് പറഞ്ഞു. മലയമ്മ സഖാഫി, മർക്കസിലെ മുൻ അധ്യാപകൻ, അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. കാരണം കാന്തപുരം മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് വിദേശത്തേക്ക് 2 മുടി കൊണ്ടുപോയപ്പോൾ ആ വിദേശത്തുള്ള പ്രതിനിധി നല്ലൊരു എമൗണ്ടിനാണ് അത് വാങ്ങിയത്, സനദുമാണെന്ന് പറഞ്ഞപ്പോ സനദൊന്നും ഉണ്ടാവില്ല, ഇത് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാന്റെ കയ്യിലുള്ള മുടിയല്ലേ എന്ന് പറയാൻ പറ്റുമോ? ആദരവായ റസൂലുള്ള മുടിയാന്നും പറഞ്ഞിട്ട് ഒരു സനദ് ഉണ്ടാക്കി കൊടുത്തു. അത് ഞാനാണെന്ന് പറഞ്ഞു. ആലോചിക്കും നിങ്ങൾ. അങ്ങനെ എന്ത് ചെയ്തു? ആ മുടിയിട്ട വെള്ളം ഉപയോഗിച്ച് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു. അങ്ങനെ ആ മുടിക്ക് വേണ്ടി ഒരു ഷെയർ മുബാറക്ക് ഉണ്ടായില്ല, ആ മുടിക്ക് വേണ്ടി ഒരു മ്യൂസിയം ഉണ്ടായില്ല, ആ മുടിയുടെ പേടിച്ച പറഞ്ഞ ഒരു ഫ്ലക്സ് ബോർഡ് നമ്മൾ പൊന്തിയത് എവിടെയും കണ്ടില്ല. കാരണം അതങ്ങനെ പോയി. അപ്പൊ അതിന്റെ നിലവാരം ഇടിഞ്ഞു എന്ന് കണ്ടപ്പോ അടുത്ത ബിസിനസ് എന്താ? ഈ മുടിയെ പോലെ തന്നെ വീണ്ടും എന്ത് ഖസറജിയിൽ നിന്ന് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാലയിൽ നിന്ന് ഒരു മുടി വീണ്ടും കാന്തപുരം മുസ്ലിയാർ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ബഹ്റൈൻ കടന്നുകൊണ്ട് അബൂദാബിയിലുള്ള ഖസറജി കുടുംബത്തിലെ അവിടുത്തെ ഭരണകൂടത്തിലെ ഒരു അംഗമായ മുഹമ്മദ് അഹമ്മദ് അൽ ഖസറജി എന്ന് പറയുന്ന ജാലിയവാലയെ പോലെ തന്നെ ഒരു ഭ്രാന്തി കയറിയ മനുഷ്യൻ, ഈ രൂപത്തിൽ തെക്കുമായി നടക്കുന്നൊരു ആള്, അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് സൂക്ഷിപ്പുകളുണ്ട്. ആ സൂക്ഷിപ്പുകളുടെ ഭാഗമായി മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയിൽ നിന്ന് കാന്തപുരത്തിന്റെ കേറോപ്പിലെ മുടി അങ്ങോട്ടെത്തിച്ചു. കാന്തപുരം മുസ്ലിയാർ എന്ത് ചെയ്തു? 2 ബഹ്റൈൻ കടത്തിയിട്ട് ആ ബ്ലാക്ക് മണി വൈറ്റാക്കണ പോലെ അവിടുന്ന് 2 മുടി അറബികളുടെ കീഴിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഖസറജി കുടുംബം എന്ന് പറഞ്ഞാൽ അൻസാരി കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ അൻസാരി കുടുംബത്തില് ആ റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പിന്റെ ഭാഗമായ ഷെയർ മുബാറക്ക് എന്ന ആധാറുണ്ട്. അതെങ്ങനെ മൂപ്പർക്ക് കിട്ടിയതൊരു സ്വപ്നത്തിലൂടെയാണ്. എന്നിട്ട് കോഴിക്കോട് വലിയ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തി. ആ സമ്മേളനത്തിൽ ഈ അറബി അടങ്ങുന്ന അനവധി ആളുകളെ കൊണ്ടുവന്ന് ഈ പാമരരായ അന്ധവിശ്വാസികളുടെ മുമ്പിൽ സഹോദരങ്ങളെ ഈ മുഹമ്മദ് അഹമ്മദ് അൽ ഖസറജി എന്ന് പറയുന്ന വ്യക്തിയുടെ നസബ എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബ പരമ്പര. മൂപ്പര വാപ്പാന്റെ വാപ്പാര, ആ വാപ്പാന്റെ യോഗ്യത എന്താ, ആ വാപ്പാന്റെ യോഗ്യത എന്താ, ആ വാപ്പാന്റെ യോഗ്യത എന്താ, അങ്ങനെ വാപ്പാനെ പറ്റി പറയും 20 വാപ്പ. ആ വാപ്പയുടെ നസബ എന്ന് പറയുന്നത് വായിച്ചുകൊണ്ട് ഇതാ സനദ് വായിക്കുന്നു എന്നവിടെ കളവ് പറഞ്ഞു. ആ രൂപത്തിൽ ഒരു വമ്പിച്ച ചൂഷണം ആരംഭിച്ചു. അങ്ങനെ അവിടുന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ലോകത്ത് തന്നെ ഈ മുടി സൂക്ഷിക്കുവാൻ ഒരു വമ്പിച്ച ഒരു കേന്ദ്രം ഇന്ത്യ രാജ്യത്ത് ഞാൻ സ്ഥാപിക്കും. അതുകൊണ്ട് തന്നെ കേരളക്കാരായ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷെയർ മുബാറക്കിന് 40 കോടിയാണ് ചെലവ്, ഓരോ വ്യക്തികളും 1000 രൂപ തരണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. സഹോദരങ്ങളെ, പാമരായ ആളുകൾ ഇത് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈ മുടിക്ക് വേണ്ടി പണം പിരിച്ചെടുത്ത് കൊണ്ടുപോയി. 40 കോടി എന്ന് പറഞ്ഞ് 100 കോടിക്ക് മേലെ പിരിവ് നടന്നു. എന്തായി അവസാനം? ആ ഷെയർ മുബാറക്ക് തിരിച്ചെടുത്തുകൊണ്ട് അതിന്റെ ചുറ്റും ഒരുപാട് വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് കോംപ്ലക്സുകളും ഷോപ്പിംഗ് മാളുകളും മറ്റുമൊക്കെ ഉയർത്തിയിട്ട് വമ്പിച്ച ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ പടുത്തുയർത്താൻ കാന്തപുരവും മകൻ ഹക്കീമും ഒരുമിച്ച് തയ്യാറായി. അതുകൊണ്ട് തന്നെ ആ തയ്യാറായ സംരംഭത്തിൽ ഈ അന്ധവിശ്വാസികളായ പാമരായ ആളുകളെ കണ്ണികളാക്കാൻ എന്തു ചെയ്തു? തന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ പല സഖാഫികളെയും അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തി. ഒരു സഖാഫിക്ക് സ്വപ്നം കാണാവുന്നതിന് അപ്പുറമുള്ള ശമ്പളം കൊടുത്ത് ആർഭാടതുല്യമായ കാറുകൾ നൽകി അവരെ കൊണ്ടൊക്കെ എന്ത് ചെയ്തു? കാന്തപുരത്തിന്റെ പോലീശ പറയിപ്പിച്ചു. അങ്ങനെ നാട് നീളവരെ സമസ്തക്കാരായ ഈ കെ വിഭാഗം രംഗത്തിറങ്ങിയപ്പോഴും മുജാഹിദികൾ രംഗത്തിറങ്ങിയപ്പോഴും സകല ആളുകൾ രംഗത്തിറങ്ങിയപ്പോഴും പരമാവധി നീണ്ട നാവ് ഉപയോഗിച്ച് ന്യായീകരിച്ച് നടന്നു. അങ്ങനെ അവസാനം പള്ളി നിർമ്മിക്കാമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്നനഗരിയിൽ വീണ്ടും ഒരു നാടകം അരങ്ങേറി. എന്താ? സ്വപ്നനഗരി എന്ന് പറയുന്ന ആ നഗരി ഉണ്ടാക്കി പള്ളിക്ക് തറക്കല്ലിടുകയാണ്. എല്ലാ പാവപ്പെട്ട ആളുകളും വിചാരിച്ചു ഏതായാലും നമ്മളെ പൈസ
ഉപകാരത്തിൽപ്പെടാൻ പോവുകയാണ്, ഇനി വരുമാനം കിട്ടിക്കൊള്ളുമല്ലോ പരലോകത്തേക്ക് എന്ന് വിചാരിച്ചു. ഇവിടെ സ്റ്റേജിൽ വെച്ച് ഒരു വലിയ ബോർഡിൽ 40 ഇഷ്ടിക കൊണ്ട് ഷെയർ ബാറക്കിന്റെ രൂപം ഉണ്ടാക്കി. ഏതോ നല്ല കഴിവുള്ള ഒരു എഞ്ചിനീയറെ കൊണ്ട് ഉണ്ടാക്കിച്ചതാ. ഇഷ്ടികനെടുത്ത ആ വെള്ളത്തകിടിൽ ആദ്യം ഉള്ളാൾ തങ്ങളുടെ ഇഷ്ടിക വെച്ചു, പിന്നെ കാന്തൂർ ഉസ്താദിനെ വെച്ചു, പിന്നെ ഖലീൽ തങ്ങൾ വെച്ചു, പിന്നെ അങ്ങനെ ഓരോരുത്തർ വെച്ചു. അങ്ങനെ 40 ഇഷ്ടിക വെച്ചപ്പോൾ ഷെയർ ബാറക്കിന്റെ ഫോട്ടോ തറക്കല്ലിട്ടു. സ്റ്റേജ് പൊളിച്ച കൂട്ടത്തിൽ വ്യാജ തറക്കല്ല് പൊളിച്ചു മാറ്റി. അങ്ങനെ അവിടെ അങ്ങോട്ട് പോയതാ. പിന്നെ പള്ളിയില്ല. അങ്ങനെ പാമരായ ആളുകൾ ഈ മുടിയിട്ട വെള്ളം കുടിച്ച് കോടികൾ സമ്പാദിച്ച സംരംഭത്തിൽ കണ്ണികളായപ്പോൾ ചിലരെങ്കിലും തിരിഞ്ഞു ചിന്തിക്കാനും ആലോചിക്കാനും തുടങ്ങി. അതിന്റെ ഭാഗമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാന്തപുരം വിഭാഗത്തിലെ ഏറ്റവും സജീവ പ്രവർത്തകനും അവരുടെ പണ്ഡിതന്മാരുമായി നേതാക്കന്മാരുമായി അബേദിന് നല്ല ബന്ധമുള്ള, വളരെയധികം ബന്ധമുള്ള ജിഷാൻ മാഹി എന്ന് പറയുന്ന പ്രവർത്തകൻ. ആ ജിഷാൻ മാഹി എന്ന പ്രവർത്തകൻ മുജാഹിദ് പണ്ഡിതന്മാരെയും അതുപോലെ നേതാക്കന്മാരെയും ഒക്കെ അർദ്ധരാത്രി ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തി അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നന്നായി ഫോൺ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെ മുറിച്ച് ആലോകരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ മുന്നോട്ട് പോയി നാളാം. കാരണം ഉസ്താദിന്റെ മാർഗമാണ് സത്യം എന്ന് വിചാരിക്കുകയും ആ മർക്കസിൽ നിന്ന് എല്ലാ റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയും ഈ ചെമ്പിൽ നിന്ന് മുടിയിട്ട വെള്ളം പണം വാങ്ങി കൊടുക്കുമ്പോൾ അയാൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി അത് ഖത്തറിലേക്ക് കൊണ്ടുപോയി തന്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ കുപ്പി ചുംബിച്ചിട്ടാണ് അദ്ദേഹം പോകാറുള്ളത്. ആ രൂപത്തിലൊക്കെ പ്രവർത്തിച്ച ആള്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടന്നപ്പോൾ സംശയം തുടങ്ങി. അന്വേഷണം ആരംഭിച്ചു. 2010 അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള മർക്കസിലെ ഉസ്താദുമായി ബന്ധപ്പെട്ട പല പണ്ഡിതന്മാരുമായും ഫോണിങ്ങിലൂടെയും നേരിട്ടും സംസാരിച്ച് അവസാനം മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാലയെ അന്വേഷിച്ച് പല സഖാഫികളുമായി ഒരു യാത്ര പോയി. ആ ബോംബെയിൽ ചെന്ന് 18 മുടിയോളം അവിടുന്ന് വാങ്ങി. ഇവിടുന്ന് ഉസ്താദ് മുടി വാങ്ങിയതെന്ന് ബോധ്യപ്പെട്ടു. അതോടുകൂടി ആ മുടി വ്യാജമാണെന്നും അതിന്റെ പേരിൽ 40 മശായിഖന്മാരുടെ പേരുണ്ടാക്കിയ സനത് വ്യാജമായ സനതാണെന്നും ബോധ്യപ്പെടുകയും അത് പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരൂർ ഇബ്രാഹിം സഖാഫി, നൗഷാദ് ഹസനി പോലെയുള്ള അവരുടെ കൂട്ടത്തിലെ തലമുതിർന്നതും പ്രഭാഷണ രംഗത്തുള്ളവരുമായ ആളുകളൊക്കെ സമ്മതിച്ചു. അവരുടെയൊക്കെ ഫോൺ ക്ലിപ്പുകൾ ജിഷാൻ മാഹി പുറത്തുവിടാൻ തുടങ്ങി. അവരുമായി സംസാരിച്ച ആൾ പുറത്തുവിടാൻ തുടങ്ങി. മനസ്സ് തുറന്നപ്പോൾ ഇപ്പദാർത്ഥത്തിൽ സഹോദരങ്ങളെ ആ രൂപത്തിൽ ആളുകൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ചൂഷണത്തിൽ അംഗമായ ആളുകളോട് പറയാനുള്ളത് 1000 പോയിട്ടുള്ളൂ, 1000 രൂപയെ പോയിട്ടുള്ളൂ. പരലോകം നഷ്ടപ്പെട്ടിട്ടില്ല. ചിന്തിക്കാൻ അവസരമുണ്ട്. 9-ാം അധ്യായം സൂറത്ത് തൗബ വ്യക്തമായിക്കൊണ്ട് 24-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാല നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്ത് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാല നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിഭാഗവും ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ്. മാത്രമല്ല അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നവരുമാണ്. നിങ്ങൾ ആലോചിക്കും, അള്ളാഹുവിന്റെ ഖുർആൻ 1400 ചില്ലാന കൊല്ലങ്ങൾക്ക് മുമ്പ് ശക്തമായ രൂപത്തിൽ അത് പറഞ്ഞു. എന്നിട്ടും ബോധ്യമാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം പരലോകത്തേക്ക് വിടുക എന്നതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ഇത് വളരെ ഗൗരവമേറിയ ചർച്ചയാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുത്തവരോട് പറയാനുള്ളത്, നാളെ റബ്ബിന്റെ കോടതിയിൽ ഇത് സാക്ഷിയാണ്. പറഞ്ഞ ഞാനും കേട്ട നിങ്ങളും നിർബന്ധമായും ഒരുമിച്ച് കൂട്ടപ്പോൾ അവിടെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഒഴിവ് കഴിവ് പറയാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥാവിശേഷം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് കടന്നു വന്നാൽ അവിടെ നമ്മൾ വിഷമിച്ചു പോകും. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ചത്. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിച്ചു വരികയാണ്. എന്താ പഠിപ്പിച്ചിരുന്നത്? മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അവിടെ പണ്ഡിതന്മാരെയും പാമരന്മാരെയും പ്രമാണിമാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരെ
ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ നരകത്തിലിട്ടുകൊണ്ട് അവരുടെ മുഖങ്ങളിൽ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കടയിലൊക്കെ കോഴി തിരിയുന്ന പോലെ അവരേതാ നരകത്തിന്റെ മുകളിലിട്ട് ആ തീയിലിങ്ങനെ വറുത്തെടുക്കുകയാണ്. അള്ളാഹു പറയുന്നു, യൗമ തുഖല്ലബു വജൂഹും ഫിന്നാരി, അവരുടെ മുഖങ്ങൾ നരകത്തിന്മേൽ അവര് പറയുകയാണ്, യാ ലൈതനാ, ഞങ്ങളുടെ നാശമേ, അത്തഅനല്ലാഹ വ അത്തഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിന്റെയും നല്ല ഒരു മാർഗം ഞങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വെച്ചുകൊണ്ട് ഖേദിക്കുകയാണ്. അഥവാ ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനും സുന്നത്തും ഞങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഖേദിക്കുകയാണ്. എന്നിട്ട് ഇത്ര കൂടെ അവർ പറയുന്നു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു, അവർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ, തീർച്ചയായും അനുസരിച്ചു പോയി, പിൻപറ്റിപ്പോയി, ആരെ, സാദത്തനാ വ ഖുബ്റാനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിലുള്ള നേതാക്കന്മാരെ, ഞങ്ങളുടെ വലിയ വലിയ ഹാദിമാര്, മല്ലാക്കന്മാര്, മുസ്ലിയാക്കന്മാര്, മൗലവിമാരെന്ന് പറയുന്ന വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവരെ, പ്രമാണിമാരെ, നേതാക്കന്മാരെ ഞങ്ങൾ അന്ധമായി പിൻപറ്റിപ്പോയി. അവരിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു റബ്ബേ എന്ന് നരകത്തിൽ എരിയുന്ന സമയത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് അള്ളാഹു പറയുന്നു, റബ്ബനാ, അതുകൊണ്ട് റബ്ബേ, ആതിഹിം വൈഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനം കബീറാ, നീ അവർക്ക് 2 ഇരട്ടി ശിക്ഷ നൽകണേ, അവർക്ക് വലിയ ശാപം നീ നൽകുകയും ചെയ്യണമേ. ഇത് പാമരായ ആളുകൾ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, ആര്യ നോക്കി പറയുമെന്ന് ഖുർആനാ പറഞ്ഞിരുന്നത്. അത്തഅനല്ലാഹു വ അത്തഅന റസൂലാന, അല്ലാഹുവിനെയും റസൂലിന്റെയും ഒരു ഉത്തമമായ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാർഗം സ്വീകരിക്കുന്നതിന് പകരം ഇത് വിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം മത നേതാക്കൾക്കും അതുപോലെ മതപ്രസ്ഥാനം നിയന്ത്രിക്കുന്ന അതിന്റെ ഉമറാക്കൾക്കും ഉള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ആരോപണമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെട്ടിക്കുരുക്കുകളിൽ നിന്ന് 100% രക്ഷപ്പെട്ട് സലഫിയത്തിലേക്ക് കടന്നു വന്ന് മൻഹജും അഖീദയും കൃത്യമാകുന്ന സിറാത്തുൽ മുസ്തഖീമിൽ രാജപാതയിൽ അംഗമാകുന്ന ആളുകളായി നമ്മൾ മരിച്ചു പോകാൻ എന്ത് ചെയ്യണം? കാര്യങ്ങൾ തുറന്നു പറയണം. അപ്പൊ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ വെറുപ്പുണ്ടാകും. പക്ഷേ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ അവിടെ കാര്യം വളരെ കൃത്യമായി മനസ്സിലാവും, അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടില് സമഗ്ര ഇസ്ലാമിന്റെ ആളുകളാണെന്ന് അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാര്, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പാതയിൽ നിന്ന് മഹാന്മാരായ 3 ഖുലഫാകളെ പോലും പരിപൂർണമായും പുച്ഛിച്ചുകൊണ്ടും അവരെ നിരുപാധികം പരിഹസിച്ചും തള്ളിക്കളഞ്ഞും കൊണ്ടാണ് യഥാർത്ഥത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം അവരെ ഒഴിവാക്കിക്കൊണ്ടും അവരെ പുച്ഛിച്ചുകൊണ്ടും അവർക്ക് നിലവാരം കൽപ്പിക്കാത്തതുമായ ഒരു ദീൻ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അള്ളാഹു ആദരിച്ചവരെ ആദരിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹു തആല പിൻപറ്റാൻ പറഞ്ഞവരെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ എന്താകും സഹോദരങ്ങളെ? അപ്പോ മുരട് തന്നെ യഥാർത്ഥത്തിൽ മൗദൂദിസത്തിന്റെ വേരുകളായതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന വൃത്തത്തിൽ നിന്ന് പലതരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളും സംഭവിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? പിഴച്ചുപോയി. അങ്ങനെ അതിന്റെ ഭാഗമായി അവര് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഭരണാധികാരിയില്ല എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിനാണ് ഭൂമിയിലുള്ള ഭരണാധികാരം. അത് നഷ്ടപ്പെട്ട നാടുകളിൽ ഭരണം തിരിച്ചു കൊടുക്കലാണ് ഒരു മുസ്ലിമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം പ്രഖ്യാപിച്ചവന്റെ ഡ്യൂട്ടി എന്ന് പറയുകയും, ഭരണമില്ലാത്ത നാട് പിന്നെ ഇസ്ലാം സങ്കല്പത്തിലെ വീട് പോലെയാണ്, ജനരേഖയാണ് എന്നൊക്കെ അവർ എഴുതി വെച്ചു. എന്താ? വെള്ളത്തിലൊരു വിരങ്ങനെ വിരലുകൊണ്ട് വരച്ചാൽ അത് സ്ഥാപിതാകൂല, അത് മൂടിപ്പോകും. സങ്കല്പത്തിലുള്ള വീടിന്റെ പ്ലാൻ ഉണ്ടായിട്ട് കാര്യമില്ല, ആ വീട്ടിൽ കയറി കുടിയിരിക്കാൻ പറ്റൂല.